ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് 1600കളിലാണ്. 1600കളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബംഗാൾ പരിസരമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സിറാജുദ്ദൗള എന്നൊരു ഭരണാധികാരിയായി. ഈ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ഏതാണ്ട് 670-700ഓളം ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു, ചെറുകിട നാട്ടുരാജ്യങ്ങളായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ അറിയുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാര് മുഗളന്മാരുടെ പിന്തുടർച്ചക്കാരോ അല്ലെങ്കിൽ അത്തരം ആശയഗതികൾ മുമ്പോട്ട് ചിന്തിച്ചു പോരുന്ന മതത്തിൽ പെട്ട മനുഷ്യരൊക്കെയാണ്. മഹാഭൂരിപക്ഷം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ ഹൈന്ദവ നാട്ടുരാജാക്കന്മാരാണ്. ഇതിൽ ഒരാളുണ്ട് ക്രിസ്ത്യാനി, പേരുകൊണ്ടെങ്കിലും ക്രിസ്ത്യാനി. അത് കേരളത്തിലായിരുന്നു. അപ്പൊ ഈ 670-700ഓളം നാട്ടുരാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമാണ് ഒരു ക്രൈസ്തവൻ ഭരിച്ചിട്ടുള്ളത്, പേരുകൊണ്ടെങ്കിലും. കേരള ചരിത്രം അറിയാവുന്നവർക്ക് അദ്ദേഹത്തെപ്പറ്റി അറിയാം. വില്ലാർവട്ടം തോമാരാജാവ് എന്നാണ് അറിയപ്പെട്ടത്. അഞ്ചുതെങ്ങ് എന്ന ഒരു സ്ഥലത്ത് ഒരു രാജാവ്. സത്യത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അധികാരം ഇത്തരം രാജാക്കന്മാർക്ക് ഇല്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ രാജാക്കന്മാർ പരസ്പരം കലഹിച്ചു, ഏറ്റുമുട്ടി. ഒരു നദിയോ ഒരു തോടോ ഒക്കെ ആയിരിക്കും രാജ്യത്തിന്റെ അതിർത്തി. ഇതിനുള്ളിലെ വിഭവങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ ഉള്ള ശാസ്ത്രീയ പഠനമോ അറിവോ ഇല്ല. കൃഷിക്കൊരു ശാസ്ത്രീയ രീതിയില്ല. അതുപോലെ ഗതാഗത സൗകര്യങ്ങളില്ല. റോഡ് എന്നൊരാശയം പോലും ഇല്ല. കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ല. അവരെ പല്ലക്ക് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മൾ കണ്ടാൽ ശവം എടുത്തുകൊണ്ട് പോകാൻ തോന്നും. അതുപോലൊരു സംവിധാനത്തിൽ രാജാവിനെയും രാജ്ഞിയെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് രാജകുടുംബത്തെ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നിലനിന്നത്. അതുകൊണ്ട് അവർക്ക് റോഡ് വേണ്ട. റോഡെന്നൊരു കാഴ്ചപ്പാടില്ല. ഭക്ഷ്യവസ്തുക്കൾ ഈ തരത്തിൽ ഇന്ന് കാണുന്ന വിധത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്നൊരു കാഴ്ചപ്പാടില്ല. ചില നാട്ടുരാജാക്കന്മാർ തീരെ ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഇവര് അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഉപദേഷ്ടാക്കന്മാരായി ആത്മീയ ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ കുറവായതുകൊണ്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ പരദേശി ബ്രാഹ്മണരെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു, കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവരിവിടെ വാസമുറപ്പിച്ചുകൊണ്ട് അധികാരം കൈയാളിയ രാജാക്കന്മാരുമായി ഒത്തുചേർന്ന് മുമ്പോട്ട് വച്ച ഡിമാൻഡുകൾ അപ്പാടെ അംഗീകരിച്ച് അവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി നമ്മിൽ നിന്ന് കരം പിരിക്കുക. 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചത്. 108 വിധ കരമടയ്ക്കുക. അങ്ങനെ നികുതി പിരിവ് കൊണ്ട് പൊറുതിമുട്ടിയ മനുഷ്യര് കലഹിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഇതിനിടയിൽ രാജാക്കന്മാർ തമ്മിലടിക്ക് ഏറ്റുമുട്ടി പരാജയപ്പെടും, ഒരുവൻ ജയിക്കും. അത് കുറെ കൂടി വിശാലമായൊരു രാജ്യമായി മാറും. നാട്ടുരാജ്യം എന്നത് വിട്ട് കുറെ കൂടി വിശാലത ഈ രാജ്യങ്ങൾക്ക് വരും. അപ്പോൾ വീര്യമുള്ള ഒരു രാജാവ്, കരുത്തുള്ള ഒരു രാജാവ് എന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് മറ്റൊരു രാജാവിന് തോന്നിയാൽ അയാൾക്ക് സഹായികൾ വേണം. നിലവിലെ ആയുധങ്ങൾ പോരാ. നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ അന്ന് വടിവാളോ വാളോ ചുരികയോ തെറുപ്പ് വാളോ അങ്ങനെയുള്ളൊരു കായിക യുദ്ധമാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ പക്കൽ തോക്കുണ്ട്, ചിട്ടയുള്ള പട്ടാളമാണ്. അവരെ ഇങ്ങോട്ട് നമുക്കൊന്ന് സഹായിക്കാൻ വിളിച്ചാൽ മറ്റവനെ അടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജൻസികളെ കണ്ടിട്ട് പറയും, ഞങ്ങളെ ഇന്നവൻ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വരുന്നു, നിങ്ങളുടെ ഒരു സഹായം കിട്ടിയാൽ കൊള്ളാം. അവരിത് കേൾക്കാനിരിക്കുകയാണ്. ആർക്കെങ്കിലും സഹായം വേണേ അവർ കൊടുക്കും. അവർ പറയും,
ഒരു കാര്യം ചെയ്യും, അവർ മാത്രമല്ല അവരുടെ സഖ്യരാജ്യങ്ങൾ യുദ്ധത്തിന് വന്നാലും ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങൾക്ക് അവിടെ പട്ടാള ക്യാമ്പ് തുറക്കണം, സൈനികർക്ക് വെള്ളം തരണം, ഒരു ദിവസത്തിന് ഞങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് കൂലി തരണം. ആ കൂലി തരാൻ നിങ്ങൾക്ക് നിർവാഹമില്ലെങ്കിൽ ഞങ്ങൾക്ക് പകരം ഭൂമി തരണം, അവിടെ ഞങ്ങൾ കൃഷി ചെയ്യും. ആ ഭൂമി ഞങ്ങളൊരു ആവാസ വ്യവസ്ഥയാക്കി മാറ്റി ഉദ്യോഗസ്ഥർക്ക് ജീവിക്കാൻ വേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. നിങ്ങളെ ആരും ആക്രമിക്കില്ല. എങ്ങനെങ്കിലും മറ്റവൻ ഒഴിഞ്ഞു പോയാൽ മതിയെന്നോർത്ത് ഈ രാജാവ് ഒരു കരാറിൽ ഒപ്പിടും. അങ്ങനെ ബ്രിട്ടീഷുകാരനെ ഇങ്ങോട്ട് കയറും. അങ്ങനെ വന്ന് തന്ത്രശാലികളായ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരായ രാജാക്കന്മാരുടെ പക്കൽ നിന്ന് ഇങ്ങനെ ഭൂമി കരസ്ഥമാക്കി തോക്കുപയോഗിച്ചുള്ള യുദ്ധത്തിലൂടെ വാൾപ്പയറ്റും വടിപ്പയറ്റും കളറി അഭ്യാസ മുറകളെയൊക്കെ ഉന്മൂലനം ചെയ്ത് രാജ്യം അവന്റെ പക്കലാക്കി. എന്തിനാ ഞാൻ എത്രയും പറഞ്ഞെന്നറിയണ്ടേ? ആരാണ് സാർ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേ? അതിൽ എത്ര ക്രൈസ്തവന് പങ്കുണ്ട്? ഇന്ത്യ വിദേശിക്ക് തീരെഴുതി കൊടുത്തത് ആരാണ്? ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതെന്ന് വരികൾക്കിടയിൽ വായിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്രൈസ്തവ പേരുള്ളൊരു വില്ലാർവട്ടം തോമാ രാജാവ് ഒഴികെ ഒരാളും ഇന്ത്യയിൽ രാജാവായിരുന്നിട്ടില്ല ക്രൈസ്തവന്. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇന്ത്യ ആരാണ് ബ്രിട്ടീഷുകാർ കൊടുത്തത്? എന്താണ് അതിന് പകരം കിട്ടിയത്? ക്രമേണ ഒരു കമ്പനി, അത് രസകരമാണ്, ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി മഹത്തായ ഭാരത രാജ്യത്തെ പതിറ്റാണ്ടുകൾ ആധിപത്യത്തിന് കീഴിലാക്കി ഭരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്ക്, എന്തായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ സ്ഥിതി? ഇനി അടുത്ത രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 3 ബീകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബൈബിൾ, ബ്രാൻഡി, ബയണറ്റ്. ഇത് ഉപയോഗിച്ച് ഇന്ത്യ അവർ ഒതുക്കി. ഇതും തെറ്റാണ്. തെളിവെന്റെ പക്കലുണ്ട്. ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഏറ്റവും എതിരി നിന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അജണ്ടകളിലൊന്നും സുവിശേഷം ഇന്ത്യയിൽ അറിയിക്കണമെന്നില്ലെന്ന് മാത്രമല്ല, അവരതിനെതിരാണ്. എന്താ കാര്യം? ഇവിടെ ഒരു സഹോദരി ഈ പുസ്തകം പരിഭാഷയല്ല, ഒരു കോപ്പി എഴുതി. ഇനി ഇത് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം ഒത്തുവെച്ച് സ്വന്തം ഒരു വേർഷൻ ഉണ്ടാക്കാൻ ആ സഹോദരിക്ക് ദൈവം കൃപ നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഈ ബൈബിളിന്റെ പരിഭാഷയും പഠനവും നടത്തുന്ന പലരും അതിലെ തെറ്റുകൾ തിരുത്താറില്ല. അത് അങ്ങനെ അങ്ങ് പോവാം. ഒന്നിൽ തന്നെ ഒരു തെറ്റുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയല്ല, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ചു. അങ്ങനെ എഴുതി പോകണം. അതിനൊരു പഠനം നടത്തണം. ആ ശിഷ്യർക്ക് അതിന് സാധിക്കും. ഇത്രയും ക്ഷമ ഉണ്ടാവുക ചില്ലറ കാര്യമല്ല, അല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോഴ് ഈ ബൈബിള് വായിക്കുക എന്നത് ക്രൈസ്തവ സഭയുടെ ആരാധനയിലെ അവിഭാജ്യമായൊരു ഘടകമാണ്. ഇത് വായിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആത്മീകമായ ആദ്യത്തെ സന്തോഷവും ആ പ്രചോദനവും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത് വായിക്കണം. ഇത് വായിക്കാനുള്ള അഭ്യസനം നമ്മളൊരു ജനതയ്ക്ക് കൊടുക്കും. അവർ വായിക്കും. ക്രമേണ അറിവ് സമ്പാദിക്കും. കാരണം ഇതൊരു നിരന്തര പ്രക്രിയ. അതുകൊണ്ടാണ് അക്ഷരാഭ്യാസമില്ലാത്ത നമ്മുടെ അമ്മമാരും ബൈബിൾ വായിക്കും. നമ്മുടെ മക്കളെ പാട്ടുപുസ്തകത്തിലെ പാട്ട് പാടും. എങ്ങനെയാണത്? നിരന്തരമായ അക്ഷരങ്ങളോടുള്ള ഇടപഴകലും ഏകാഗ്രതയും പ്രാർത്ഥനയും അവരെയും ഈ വിഷയത്തിൽ ഉറപ്പുള്ളവരാക്കി. ഇന്ത്യയിൽ ഇങ്ങനെ കുറെ മനുഷ്യരുണ്ടാവുക വഴി ബ്രിട്ടീഷുകാർക്ക് കൊള്ളയടിക്കാൻ പറ്റില്ല. പണ്ട് ഗോസ്പൽ വേണ്ട, ഈ പരിപാടി പറ്റില്ല, അവരെതിർത്തു. തെളിവാണ്. ഇനി ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും അറിയുന്ന വില്യംഗേരി. ഈ വില്യംഗേരി എന്നറിയപ്പെടുന്ന ദൈവദാസൻ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായി ഇവിടെ വന്ന ഡോക്ടർ ജോൺ തോമസ് എന്ന ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ നാട്ടിൽ ചെന്നു. തിരിച്ച് ഇംഗ്ലണ്ടിൽ ചെന്നു.
കെറ്ററിംഗ് എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ നാട്ടില് വില്യം കയറിയെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയെ പറ്റി കേട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ഭൂപടം വരച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ തണിപ്പാസ കൂട്ടുന്നല്ല, ഒരു ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. വരയിൽ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതിലൊക്കെ കഴിവുള്ള ആളായിരുന്നു വില്യം കയറി. അദ്ദേഹം ഇതൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുരഹിതരായ മനുഷ്യരുടെ സ്ഥലങ്ങളെ മുഴുവൻ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ട് ഇന്ത്യയിലാണിത് വേണ്ടത്, എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. ഡോക്ടർ ജോൺ തോമസ് പറഞ്ഞു, താങ്കളെപ്പോലെ ഒരാളുടെ ആവശ്യം ഇന്ത്യക്കുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം, മിഷണറിമാർക്ക് ഇന്ത്യയിൽ വിസ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതേ ഒരു ഉപാധി മുമ്പോട്ട് വെച്ചു. ഇനി പുറപ്പെടാൻ പോകുന്ന കപ്പലുണ്ട്, ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എൻ്റെ സുഹൃത്താണ്. ആ ബന്ധം വെച്ച് ഞാൻ നിന്നെ കപ്പലിൽ കയറ്റാം, ക്യാപ്റ്റന്റെ കൂടെ നിനക്ക് ഭക്ഷണം കഴിക്കാം, ക്യാപ്റ്റൻ ഇരിക്കുന്ന മുറിയിലേക്ക് അങ്ങനെ ചെക്കിംഗ് ഉണ്ടാവില്ല, നമുക്ക് അങ്ങനെ അങ്ങ് പോയാലോ? ഒരു ഷോർട്ട് കട്ട്. സമ്മതിച്ചു. വില്യം കേരിയും മൂത്ത മകൻ 7 വയസ്സുകാരൻ ഫെലിക്സും ഈ കപ്പലിൽ കയറി യാത്ര ചെയ്ത് 3 മാസം ഏതാനും ദിവസം പിന്നിട്ടപ്പോഴേക്ക് ഒരറിവ് കിട്ടി, വിസ ഇല്ലാതെ ആരോ കപ്പലിലുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞ് പ്രശ്നമാവും. ഒടുക്കം 3 മാസം വിസ കിട്ടാതെ വില്യം കേറി കപ്പലിൽ കടലിലൂടെ അലഞ്ഞു, തിരിച്ച് ഇംഗ്ലണ്ടിലടിച്ചു. പിന്നെ ഡച്ചുകാർ ഭരിക്കുന്ന സ്ഥലത്തേക്ക് ഡച്ച് കപ്പലിൽ കയറിയാണ് വില്യം കേറി ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെ വന്ന ഇദ്ദേഹം ഇന്ത്യയിൽ ഒന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് ഒരു സഹായിയെ കിട്ടുമെന്നറിയാൻ ബ്രിട്ടീഷുകാരുടെ വക കോളേജ് ഉണ്ടെന്ന്, ഇവിടെ ബ്രിട്ടീഷുകാർക്ക് പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ആ പള്ളി ഇന്ത്യക്കാർക്ക് വേണ്ടി പണിതല്ല, അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടാനും പ്രാർത്ഥിക്കാനുമുള്ള പള്ളികൾ അവരുണ്ടാക്കിയേ. നമുക്കവിടെ പ്രവേശനമില്ല. ആ ഘട്ടത്തിൽ ഈ പള്ളിയുടെ ഒരു ചാപ്പലിൽ അവിടെയുള്ള ചാപ്പളൈനെ ഒന്ന് പരിചയപ്പെടാൻ വില്യം കേരി തീരുമാനിച്ചു. പ്രസിദ്ധമായ ഫോർട്ട് വില്യംസ് കോളേജിന്റെ ചാപ്പലിലേക്ക് വില്യം കേരി വന്ന് കതകിൽ മുട്ടി. കതക് തുറന്ന് ചാപ്പളൈൻ, അതിന്റെ സുവിശേഷകൻ, അവിടെ വചനം പഠിപ്പിക്കുന്ന ആൾ പുറത്തു വന്നു. ആകാംക്ഷയുടെ നോക്കി, ആരാ നിങ്ങൾ? ഞാൻ ഇന്ത്യയിലേക്ക് വന്ന മിഷണറിയാ, എൻ്റെ പേര് വില്യം കേരി, ഇംഗ്ലണ്ടിലെ കെറ്ററിംഗിൽ നിന്നാണ് വരുന്നത്. ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം കഥ അടച്ചു, കുറ്റിയിട്ടു, പുറത്താക്കി. ഈ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി മറ്റൊന്ന്, പിന്നെ സുവിശേഷകരൊക്കെ വന്നതോ രണ്ടായി കാണണം. ഇന്ത്യയെ കൊള്ളയടിക്കാൻ, ഇവിടെയുള്ള വിഭവങ്ങൾ മുഴുവൻ കരകതമാക്കാൻ, കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും തേക്കുതടിയും വീട്ടിത്തടിയും ഒക്കെ സ്വന്തമാക്കാൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്തരമായ സ്വത്തും ഒക്കെ ശേഖരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ പോലെയല്ല ഇന്ത്യയിൽ സുവിശേഷം പറയാൻ വന്ന മിഷണറിമാർ. അവർ ഒരു തരി മണ്ണും ഇവിടുന്ന് എടുത്തില്ല, അവരിവിടെ നിന്നൊന്നും കൊണ്ടുപോയില്ല. അവരുടെ ജീവിതം മുഴുവൻ ഇവിടെ ഹോമിച്ചു. കുന്നംകുളംകാരോട് ഞാൻ ആ ചരിത്രം പ്രത്യേകം പറയേണ്ടതില്ല. ഈ നാടിന് വേണ്ടി മിഷണറിമാർ ചെയ്തത് എന്താണ്? കോട്ടകത്തിന് വേണ്ടി മിഷണറിമാർ ചെയ്തത് എന്താണ്? തിരുവനന്തപുരത്തിന് വേണ്ടി മിഷണറിമാർ ചെയ്തത് എന്താണ്? മിഷണറിമാർ പ്രാണൻ കളഞ്ഞ് ഈ രാജ്യത്ത് വടപൊരുതി, വിദ്യാഭ്യാസം തന്നു, ബൈബിളിന്റെ പരിഭാഷകളിൽ ഏർപ്പെട്ടു, കലാലയങ്ങൾ സ്ഥാപിച്ചു, പൊതുവിദ്യാഭ്യാസ രംഗത്തിടപെട്ടു. നമ്മളൊരു പാട്ട് ഇത് കേൾക്കാറുണ്ട്, പള്ളിയല്ല പണിയേണ്ടത് പള്ളിക്കൂടമാകണമെന്നൊരു പാട്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എത്ര പള്ളിക്കൂടം പണിതു? ഇത് പറഞ്ഞിട്ടേ എത്ര സ്കൂള് പണിതു? എന്തായാലും പറഞ്ഞു തന്നത്, സർക്കാർ പൊതുവിദ്യാലയം തുടങ്ങും മുമ്പ് നമ്മൾ പള്ളിയോട് ചേർന്ന് ചാർത്ത് പിടിച്ചിട്ട് ആ ചാർത്തുകളിൽ ആരംഭിച്ച കലാലയങ്ങൾ ആ പള്ളിക്കൂടം എന്നറിയപ്പെട്ടത്. അത്തരം ചരിത്രമുള്ള ഒരു സമൂഹമാണ് ഇന്നിരുന്ന് ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളെ ഓർത്ത്. കാരണം ഇതിപ്പോ ആള് കൂടണമെങ്കിൽ വല്ല രോഗശാന്തിയോ മിറക്കൾ നടക്കുന്നൊക്കെ, ഇനി അതൊന്നും നടന്നില്ലേലും വേണ്ടതൊന്നും എഴുതി വെച്ചാൽ മതി, മനുഷ്യൻ വരും. അതാ ഈ മിറക്കൾ നടക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, ഈ ചെന്നവൻ ഒരു മിറക്കളും ഇല്ല, ആർക്കോ നടന്നെന്ന് അവൻ പറയുന്നു. മനസ്സിലായില്ലേ? എന്തൊരു അത്ഭുതമാണ്, എന്തൊരു വിടുതല. ആർക്കാ? പുള്ളിക്കല്ല, പുള്ളിക്ക് രോഗവും പ്രയാസമൊക്കെ ഉണ്ട്. എങ്ങാണ്ടെന്ന് വന്ന ഒരുത്തിന് കിട്ടി. അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഞാനൊരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് താമസിക്കുന്നത്, കേരളത്തിലെ തന്നെ. അവിടെയുള്ള മുഴുവൻ ഹോട്ടലുകാരും പറയും ഭയങ്കര അത്ഭുതമാണ് നടക്കുന്നത്. ഇന്ന് വരെ അവിടുത്തുകാരൊരു അത്ഭുതം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എല്ലാവരുടെയും അവസ്ഥയാണ് പറഞ്ഞത്. പക്ഷെ ഇന്നിവിടെ മിഷനെ പറ്റി സംസാരിക്കുന്നത്, ദൗത്യം. ഇതുവരെ ദൈവത്തിങ്കൽ നിന്ന് കിട്ടുന്നതിനെ പറ്റി നമ്മൾ കേട്ടോണ്ടിരുന്നത്.
അവൻ നമ്മളെ സമ്പന്നനാക്കും, രോഗാവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ഇതൊക്കെ സത്യമാണ്. തിരികെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, സ്വത്രാശയല്ലെന്നീ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരാത്മാർത്ഥമായ സമർപ്പണവും പരിശ്രമവും ഉണ്ടാകാനാണ് ഇത്തരം മീറ്റിങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുള്ളത്. എന്തെനിക്ക് ദൈവത്തിനായി ചെയ്യാൻ പറ്റും? ഞാൻ അതിലേക്ക് ഒന്നടുത്ത് വരാം, ആ ചിന്തയിലേക്ക്. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ തീർച്ചയായിട്ടും കേരളം വ്യത്യസ്തം തന്നെയാണ്, സംശയിക്കേണ്ട. കേരളം ആർജിച്ച ഈ പുരോഗതിയുടെ പിന്നിലെ പ്രചോദനം എന്താണ്? എൻ്റെ സുഹൃത്തുക്കൾ പലരും ഈ ചരിത്ര വിശദീകരണത്തോട് വിയോജിച്ചേക്കാം. വിയോജിക്കുന്നതിൽ എനിക്ക് വെറുപ്പില്ല, ഒരു മറുപടി പറഞ്ഞാൽ മതി. ഇതുപോലെ ആരാണ് കേരളത്തെ നിർമ്മിച്ചത്? കലാലയങ്ങളായിക്കൊള്ളട്ടെ, സാമൂഹ്യരംഗമായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് കാണുന്ന അളവിലേക്ക് ഈ നാടിനെ പരുവപ്പെടുത്തുന്നതിൽ ഈ വിശുദ്ധ ഗ്രന്ഥം വഹിച്ച പങ്ക് വലുതാണ്. ഈ പുസ്തകം ഇടപെട്ട വിധം വലുതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലായിടത്തും ഈ പുസ്തകം ചെന്നോ അവിടെയെല്ലാം മാറ്റമുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ്. നിരീശ്വരന്മാരുടെ പരിപാടിയിൽ ഒരിക്കൽ 1-2 തവണ പങ്കെടുത്തു. ഇപ്പോഴും പങ്കെടുക്കും. ഒരു നല്ല സുഹൃത്തുക്കളാണ്. ഇവർ പറയുന്ന ക്രിസ്ത്യാനിറ്റിക്ക് ശാസ്ത്രബോധമില്ല, ചരിത്രബോധമില്ല, വിവരദോഷമാണ്. എനിക്കറിയണ്ടേ, ഒരു ശാസ്ത്ര പ്രതിഭയ്ക്ക് കിട്ടാവുന്ന പരമാവധി വലിയ അംഗീകാരം നോബൽ പ്രൈസാണ് ശാസ്ത്ര പ്രതിഭയ്ക്ക്. അങ്ങനെയെങ്കിൽ നോബൽ പ്രൈസ് കരഗതമാക്കിയ ആളുകളുടെ കണക്കെടുത്താൽ പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് വായിക്കുന്ന, അത് മാറോടക്കി പിടിക്കുന്ന സമൂഹത്തിന്റെ മാത്രം കണക്കെടുത്താൽ 69% ആകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നോബൽ പ്രൈസുകളിൽ 69% കരഗതമാക്കിയത് ഈ പുസ്തകം വായിച്ച മനുഷ്യരാണ്. 69%. എത്തിസ്റ്റുകളുടെ പെർസെന്റ് കേൾക്കണോ? നിരീശ്വരന്മാരുടെ 9% താഴെയാണ്. അതും ശാസ്ത്ര ഗവേഷണത്തിനല്ല, സാഹിത്യരചനയ്ക്കാണ്. കഥ എഴുതിയതില്ല, നോവൽ എഴുതിയതില്ല. നല്ലത്, ചെറുതായി കാണുന്നില്ല. പക്ഷേ 69% നോബൽ പ്രൈസ് വിൻ ചെയ്ത ഈ പുസ്തകത്തിന്റെ അനുവാചകരായ സമൂഹത്തോട് 9% കഷ്ടി നേടിയ മനുഷ്യർ പറയുക, അവര് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാം, അതിനെ നിങ്ങൾ വളർന്നിട്ടില്ല, അതിനായിട്ടില്ല, ആകുമ്പോൾ ഞങ്ങൾ വന്ന് പഠിക്കാം, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കരുതേ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ ബിരുദധാരികളേറെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BA, MA, PhD ഒക്കെ ഉള്ളവരുണ്ട്. ഇന്ത്യക്കാരനാദ്യം BA എന്ന് കേട്ടതേ, MA എന്ന് കേട്ടതേ, ഗവേഷണം എന്ന് കേട്ടതേ ക്രൈസ്തവ സെമിനാരികളിലൂടെയാണ്. അക്കാര്യം അറിയോ? ഇന്ത്യയിൽ ആദ്യമായി BA എന്ന ബിരുദം, MA എന്ന ബിരുദം, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കലാലയങ്ങൾ നമ്മുടേതായിരുന്നു, ഓർത്തുകൊള്ളണം. ഇന്ത്യയെ മാറ്റിമറിക്കുന്നതിൽ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് അതിന് നൂതനമായ ഒരു ചരിത്രം ചമയ്ക്കുന്നതിൽ ക്രിസ്തീയ സുവിശേഷകർ ഇടപെട്ട വിധങ്ങളുടെ വൈവിധ്യം അനവധി ദിവസങ്ങൾ പ്രസംഗിച്ചെത്തിരില്ല. അതുകൊണ്ട് ഈ ചരിത്രമുള്ള, ഈ പൈതൃകമുള്ള നമ്മൾ ആത്മാഭിമാനത്തോടെ വേണം ഈ പുസ്തകത്തിന്റെ പ്രചരണത്തിലായിരിക്കാൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചില ആളുകളൊക്കെ പറഞ്ഞു, മാറി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്തരം രാഷ്ട്രീയ ശക്തികൾ നമ്മളെ അങ്ങ് ബാൻ ചെയ്യും, പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ചെയ്യട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്നത്? FCRA അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് കരഗതമാക്കാൻ കഴിയാത്ത വിധത്തിൽ അടക്കട്ടെ. എൻ്റെ ഫോറിൻ ഫണ്ട് ഇല്ലെങ്കിൽ പ്രവർത്തിക്കണ്ടേ? ഫോറിൻ ഫണ്ട് കിട്ടുന്നത് ശ്വാസം മുട്ടി മരിക്കുമോ? ഒന്നുമില്ല. പ്രാണനുണ്ടോ? അത് മതി. ശരീരമുണ്ടോ? അത് മതി. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തർ ഓർക്കണം, ഫോറിൻ ഫണ്ടിലല്ല മിഷന്റെ പവർ ഇരിക്കുന്നത്. സുവിശേഷത്തിന്റെ ശക്തി മിഷൻ ഫണ്ടിലല്ല, വിദേശ ഫണ്ടിലോ സ്വദേശ ഫണ്ടിലോ അല്ല. പ്രവർത്തിക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നവൻ എന്ത് വേണമെന്നറിയുന്ന ഒരു ഗുരു നമുക്കുണ്ട്. അതിന്റെ വഴികൾ തുറക്കാൻ കഴിയുന്ന ഒരു സഹായി നമുക്കുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മനസ്സിലായില്ലേ? പിന്നെന്താ വിഷയം? പ്രാണനോ? ഇത് നമ്മൾ പണ്ടേ ക്രിസ്തുവിന് കൊടുത്തല്ലേ, ഇത് പണ്ടേ ഏൽപ്പിച്ചതല്ലേ. ഭാരം വരരുത്, ബുദ്ധിമുട്ട് തോന്നരുത്. എൻ്റെ നല്ല സുഹൃത്തുക്കള് എന്നോട് പറയാറുണ്ട്, ഒച്ചയ്ക്കൊന്നും സഞ്ചരിക്കരുത്. സ്നേഹത്തിൽ പറയുന്ന, എത്ര നാൾ കൂടെ കൂട്ടി നടക്കും? ആരെ ഇവിടൊക്കെ കൊണ്ടുപോകാൻ പറ്റും? ഈ പ്രാണൻ യേശുവിനുള്ളതാ. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ പ്രാണൻ യേശുവിനുള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു സന്തോഷത്തോടെ പറയാൻ, ഡയബറ്റീസ് പിടിച്ച് മരിക്കുന്നതിനേക്കാൾ, കിഡ്നിക്ക് ട്രബിൾ വന്ന് മരിക്കുന്നതിനേക്കാൾ
അറ്റാക്ക് വരുന്നതിനേക്കാൾ സന്തോഷം അപ്പാ അങ്ങേക്ക് വേണ്ടി മരിക്കുന്നത്, അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ട് മരിക്കുന്നതാണ് ജീവിതത്തിന്റെ സന്തോഷം. അവസാന നിമിഷം വെള്ളം ചോദിച്ചു മരിക്കുന്നതിലും നല്ലതല്ലേ യേശുപ്പാന്ന് പറഞ്ഞിട്ട് മരിക്കുന്നത്? എന്തൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാനിന്ന് ആ ഒരു ആശയത്തിലേക്കൊന്ന് വരിക. അപ്പോഴേ നമുക്കിവിടെ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ, അവിടെ ഗ്രഹിക്കണം. നമ്മൾ പലപ്പോഴും ഈ സുവിശേഷമെന്ന് ധരിച്ചിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷ എന്നൊരു പദത്തില്ല. മനുഷ്യനെ ആത്മാവായിട്ടാണ് കാണുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടാൽ മതി. ആത്മാവ് മാത്രമല്ല, അവന് ശരീരമുണ്ട്, ദേഹം ദേഹി ആത്മാവിന്റെ സമന്വയമാണ് മനുഷ്യൻ. അതില് മനുഷ്യനെ സമഗ്രമായി കാണുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ വന്നില്ല. പണ്ടത്തെ ആൾ വന്നു കേട്ടോ, മിഷനുമാരോ വന്നു, അതിലേക്കൂടെ വരാം. ചില ആളുകൾ നമ്മളെപ്പറ്റി പറയാറുണ്ട്, ഈ പാൽപ്പൊടി കൊടുത്തും ഗോതമ്പ് മാവ് കൊടുത്തും റൊട്ടി കൊടുത്തും ഒക്കെയാണ് നമ്മൾ ആളുകളെ കൂട്ടിയത്. ഇന്ത്യക്കാരെ ഇങ്ങനെ മതം മാറ്റി. ഇന്ത്യക്ക് ഒരു വലിയ ചരിത്രം ഉണ്ടായിരുന്നു. ഇന്ത്യ മഹത്തായ ഒരു പാരമ്പര്യമുള്ള നാടായിരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ ഡിബേറ്റിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, അതൊക്കെ സമ്മതിച്ചു. ഇന്ത്യക്ക് മഹത്തപരമായ ഒരു പാരമ്പര്യമുണ്ട്, അന്തസ്സുണ്ടായിരുന്നു, ആഭിജാത്യം ഉണ്ടായിരുന്നു. പക്ഷേ പാൽപ്പൊടി വന്നപ്പോൾ എല്ലാം ഒഴുകിപ്പോയില്ലേ. ഒരു പാൽപ്പൊടി നിസാരം, ഒരല്പം പാൽപ്പൊടി കണ്ടപ്പോൾ ഗോതമ്പ് മാവ് കണ്ടപ്പോൾ പോകുന്ന സാധനമാണെന്ന് പോട്ടെ. അതല്ല സംഭവിച്ചത്. ഈ ഗോതമ്പ് പൊടി കിട്ടി, പാൽപ്പൊടി കിട്ടി, അങ്ങനെയൊക്കെ ആളുകൾ മതം മാറിയെന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യന്റെ അവസ്ഥയുടെ ഭീകരത ഓർക്കണം. വിശക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, തൊഴിലില്ലാത്തവൻ, അശുദ്ധിയും അയിത്തവും കൽപ്പിക്കപ്പെട്ടവൻ, ജീവിതത്തിൽ പൊതുവഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവൻ, ഈ രൂപത്തിലൊക്കെ ആയിരുന്ന പരിസ്ഥിതിയിൽ നിന്ന് അവൻ അറിവ് ലഭിച്ചപ്പോൾ ആ അറിവിന്റെ പ്രചോദനത്തിലാണ് ഈ രാജ്യത്ത് ശരിക്കും സാമൂഹിക പരിഷ്കർത്താക്കൾ പോലും ഉണർന്നത്. ആ അറിവിന്റെ പ്രചോദനമാണ് സാമൂഹിക പരിഷ്കർത്താക്കളെ സൃഷ്ടിച്ചത്. അറിവില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്നേ? മഹാനായ അയ്യങ്കാളി പറഞ്ഞത്, എൻ്റെ സമൂഹത്തിൽ 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണം. BA എന്ന് പറയാൻ അദ്ദേഹം പഠിച്ചെങ്ങനെ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അത് നമ്മളാ കൊടുത്തേ, നമ്മുടെ സ്ഥാപനത്തിലൂടെയാ വന്നത്. ഇനിയും വേണ്ടി ഇതുപോലെ ആൾ ആ പാണ്ഡിത്യം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള പ്രചോദനം എവിടുന്ന? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പല വ്യവസ്ഥകളെയും കടപുഴകി എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബൈബിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എൻ്റെ 1-2 വശങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞ് ബൈബിൾ വിഷയത്തിലേക്ക് വരാം. ഈ ഇന്ത്യയിൽ ചികിത്സ എന്ന സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആയുർവേദമാണ്. അത് മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഹോമിയോ, ആയുർവേദം ഇങ്ങനെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളാണ്. അത് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അതിൻ്റെ പ്രാണേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് പരീക്ഷിക്കണം. നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെയോ ഒരു ഹോമിയോ ഡോക്ടറെയോ കാണാൻ ചെന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റമാണ്. ഞാനിത് കേൾക്കാനല്ല സാർ വന്നത്, അത് മോശമായിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നേ. എനിക്ക് എൻ്റെ കുറ്റം കേൾക്കണ്ട. സാൽബുറ്റാമോൾ കഴിച്ച ഇന്ന കുഴപ്പമുണ്ട്, എനിക്കത് കേൾക്കണ്ട. ഞാനത് ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. പുതിയ ട്രീറ്റ്മെൻറ്റിലുണ്ടോ? ഇവരത് പറയില്ല. അപ്പോൾ ഒന്നിനെ വെട്ടി നിൽക്കുന്ന ഒരു പരിസ്ഥിതി വന്നപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പറയാം. എല്ലാവരും എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നത്? എതിർത്തിട്ട് എന്തിനാ രഹസ്യമായിട്ട് പോയത് സ്വീകരിക്കുന്നത്? ശ്വാസം മുട്ടൽ നല്ലപോലെ വരുമ്പോൾ യോഗ പഠിക്കുകയല്ല, നേരെ പോയിട്ട് മരുന്ന് ഡോക്ടറെ തന്നെ കാണുക. ആ ക്യൂബിൽ ഈ യോഗ പഠിപ്പിക്കുന്ന ആളും കാണും. നമ്മളത്ര ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ യോഗ ആചാര്യന്മാർ പോലും ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കിടക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. എന്താണെന്ന് അറിയണ്ടേ? അത് പഠിക്കണം. ഈ ആയുർവേദം നല്ല ചികിത്സയാണ്, അത് ഭാരതീയമാണ്. പക്ഷെ ഈ ചികിത്സ എല്ലാവർക്കും പ്രാപ്യമല്ല. അന്ന് ഈ ചികിത്സ ചെയ്യുന്ന ആള് പലപ്പോഴും ഒരു ബ്രാഹ്മണായിരിക്കും. അദ്ദേഹത്തിന് താഴേക്കുള്ള മനുഷ്യനെ തൊടാനുള്ള ഒരു അസ്പർശതയുണ്ട്. അതുകൊണ്ട് ഈ വൈദ്യനും രോഗിയും തമ്മിൽ വളരെ ദൂരങ്ങളുണ്ട്. ഈ ദൂരം ഓരോരുത്തരുടെ കാസ്റ്റ് അനുസരിച്ച് ഒരു ഹൈറാർക്കിയലായ സിസ്റ്റത്തിൽ മാറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ദൂരെ രോഗി നിൽക്കുമ്പോൾ ഇവനിടയിൽ നിന്നുകൊണ്ട് ഒരു കയ്യാളായ മനുഷ്യൻ ഈ വൈദ്യന്റെ അടുത്ത് പറയും ഇന്ന രോഗമുണ്ട്. ഇദ്ദേഹം ഓടി അവിടെ ചെല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇവിടെ ഇരുന്ന് നിർദ്ദേശിക്കുന്ന കുറേ മരുന്നുകൾ എഴുതി അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനായിരുന്നു. ഇത് അപ്രാപ്യമായിരുന്നു. രോഗിയെ തൊട്ടുള്ളൊരു ചികിത്സയില്ല. ഈ ഘട്ടത്തിലാണ് ഇന്ത്യക്കാരൊരു കാഴ്ച കണ്ടത്. കയ്യിലൊരു ഭാഗം പിടിച്ചൊരു സായിപ്പ് വരുന്നു. അങ്ങേരുടെ കയ്യിലൊരു കുഴലുണ്ട്, കൂടെ 2 പെൺകുട്ടികളും വേറൊരു പുരുഷനും സഹായിയായിട്ടുണ്ട്. അവർ ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തേക്ക് കാതിലേക്ക് വെച്ചിട്ട് രോഗി അടുത്തോട്ട് നിർത്തി ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ട്
നായരെയും നമ്പൂതിരിയെയും നായാടിയെയും മാറി മാറി ടെസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ വരുന്ന പെൺകുട്ടി അവളുടെ കയ്യിലിരിക്കുന്ന തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ തെർമോമീറ്റർ ഡെറ്റോൾ വെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ നാവിലേക്ക് വെക്കുന്നു, വീണ്ടും ക്ലീൻ ചെയ്യുന്നു, അടുത്തടുത്ത് വെക്കുന്നു. ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ മുട്ടിച്ച് പോകുമ്പോൾ സകല ജാതിക്കാരനും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റെതസ്കോപ്പ് അശുദ്ധി മാറ്റിയൊരു സാധനമാണ്. തൊട്ട് പോയപ്പോൾ ജാതി മാറ്റിയ സാധനമാണ് സ്റ്റെതസ്കോപ്പ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകൾ ആരാണ്? പാശ്ചാത്യരാണ്. നോക്കണം, ഇത്തരം ചികിത്സാ രീതികൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറന്നുപോയി. അപ്പോൾ ഒരാളെ സുവിശേഷം അറിയിക്കാൻ ഒരു ദേശത്തേക്ക് വിട്ടാൽ ഓർത്തുകൊള്ളണം, ചിലതരം സമ്പ്രദായങ്ങളെ അടിമുടി മാറ്റാൻ കൂടിയാണ് നിങ്ങളെ അയക്കുന്നത്. ഒരു നാടിനെ സമഗ്രമായി മാറ്റാൻ വേണ്ടി അയക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആത്മാക്കൾ എന്ന ഒരു പൊതു തത്വത്തിൽ കാണരുത്. മനുഷ്യനെ കണ്ടുകൊണ്ട് വേണം സുവിശേഷം അറിയിക്കാൻ. മനുഷ്യൻ, അവന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ആത്മാക്കളുടെ രക്ഷ എന്ന കേവലമായൊരു ചിന്തയിൽ ഊന്നി നിൽക്കരുത്. കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. സൃഷ്ടിയോടെല്ലാം പറയാനുള്ളതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാ സുവിശേഷം, മനുഷ്യനും മൃഗങ്ങൾക്കും ഉള്ളതാ സുവിശേഷം. എന്താ കാര്യം? പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പരിസ്ഥിതിയുടെ കൂടി സംരക്ഷകരാണ് നമ്മൾ, സമൂഹത്തിന്റെ സംരക്ഷകരാണ് നമ്മൾ, ജീവജാലങ്ങളുടെ സംരക്ഷകരാണ് നമ്മൾ, ഒരു രാഷ്ട്രത്തിന്റെ സംരക്ഷകരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്കിന്നൊരു കാര്യം അറിയാം, ഈ ക്രിസ്തീയ വിദ്യാഭ്യാസവും ദൈവത്തിന്റെ വചനവും പോയ ഇടങ്ങളിലെല്ലാം മനുഷ്യർക്ക് സമഗ്രമായ മാറ്റമുണ്ടായി. അവിടെ മാനവികത ശക്തിപ്പെട്ടു, അവിടെ ആശയങ്ങൾക്ക് ദൃഢതയും കരുത്തും രൂപപ്പെട്ടു. മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥർക്കും ഈ രാജ്യങ്ങളിൽ ചെന്ന് താമസിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം നിങ്ങൾ നോക്ക്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്കാണ് ആളുകൾ എന്ന് കൂടുതൽ ചേക്കേറുന്നത്. ഓസ്ട്രേലിയക്ക്, UK, അമേരിക്കയ്ക്ക് ചീത്ത വിളിക്കുന്നവരെയാണ്. നല്ല ചികിത്സ വേണോ അവിടേക്ക് പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നല്ല ജോലി വേണോ അവിടേക്ക് പോകും. ഇപ്പുറത്ത് പ്രസംഗിക്ക് പറയും, ഇവരേറ്റവും മോശപ്പെട്ട മനുഷ്യരാണ്, അവര് ലോകത്തെ നശിപ്പിച്ച മനുഷ്യരാണ്, 100 കുറ്റം പറഞ്ഞിട്ട് ഇവിടേക്ക് പോകാൻ കാരണം എന്താ? ഇത്തരം രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വന്ന മനുഷ്യാവകാശങ്ങളുടെ ശക്തി, അതിന്റെ പ്രചോദനം എന്തായിരുന്നു? ഈ ബൈബിളായിരുന്നു, ഈ ചിന്തയായിരുന്നു. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലൂടെ വന്ന് 1-2 കാര്യങ്ങൾ പറയാം. മിഷൻ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഒരു ദേശത്ത് പ്രവർത്തിക്കുന്ന, ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ, ആ ദേശത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരെ, സകല മനുഷ്യരെയും, സകല ജീവജാലങ്ങളെയും, സകല സംവിധാനങ്ങളെയും യഥോചിതം പരിഷ്കരിച്ച് മാനവികതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ഉത്തുംഗമായ ഒരു നിലവാരത്തിൽ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായി ദൈവത്താൽ അയക്കപ്പെടുന്നവരാണ്. അപ്പൊ നമുക്ക് ഒരു സംഘടന നമ്മളെ അയക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ചുവര് മാത്രമാണ്. നിങ്ങളെ അയച്ച പ്രസ്ഥാനം ഒരു ചുവര് മാത്രമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലമായ ഒരു കടപ്പാടും വിധേയത്വവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കറിയാം, പേപ്പട്ടി വിഷം ബാധിച്ച മനുഷ്യരുടെ മേഖലയിൽ പ്രവർത്തിച്ച ദൈവദാസന്മാരായിരുന്നു അതിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചത്. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന മനുഷ്യരെ കണ്ടിട്ട് ആ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പുരോഹിതൻ, ലോഹ ധരിച്ചൊരു പുരോഹിതൻ, രാവും പകലും പ്രാർത്ഥിക്കും, ദൈവമേ, ഈ നാടിന് എത്ര ശ്രമിച്ചിട്ടും മാറ്റം വരുന്നില്ല, ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കണം. എന്താണ് വഴി? അങ്ങനെ പ്രാർത്ഥിച്ച ആളാണ് ലോകമറിയപ്പെടുന്ന ഗ്രിഗർ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് സമൃദ്ധമായി നമ്മൾ ഭക്ഷണം കഴിച്ചു. ആ സമൃദ്ധമായി ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുക്കളുടെ കണ്ടെത്തൽ, അത് വാൾമാർട്ട് പോലെയുള്ള വലിയ കമ്പനികൾ പിൽക്കാലത്ത് ഏറ്റെടുത്തിട്ട് സമഗ്രമായ നിലയിൽ കൃഷി എന്നൊരു സങ്കല്പം കൊണ്ടുവന്നു. അതിന്റെ പിന്നിലെ പ്രചോദനം, ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിന്നിലെ ബ്രെയിൻ ആരാ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. മരണാസന്നായി കിടക്കുന്ന മനുഷ്യന് ഓക്സിജൻ കൊടുത്താൽ അവന് ജീവിതത്തിലേക്ക് കൃത്രിമമായി ഓക്സിജൻ കൊടുത്ത് തിരിച്ചു കൊണ്ടെത്തിക്കാം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചത് സുവിശേഷം പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. ഇനിയും എത്ര പേരുടെ പേര് നിങ്ങൾ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പ്രസിദ്ധനായ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചറിയാം. ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുന്ന മനുഷ്യര് പലപ്പോഴും അദ്ദേഹം ഒരു ദൈവദാസനായിരുന്നു എന്നുള്ള കാര്യം പറയാറില്ല. അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളെ, ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയാണ്. ഈ ബൈബിൾ പ്രസംഗിച്ച, ഇത് പഠിപ്പിച്ച, ഈ പുസ്തകത്തിലെ വചനങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ച ഒരു ദൈവദാസന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. ഇനിയും കേൾക്കണ്ടേ, ഞാനും നിങ്ങളും ഈ കാണുന്ന വെളിച്ചമില്ലേ വൈദ്യുതി, ഈ വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ യേശുവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹീതനായൊരു ദൈവദാസനായിരുന്നു. ഇതൊക്കെ, ഈ കണ്ടെത്തലുകളൊക്കെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്ന് ചിന്തിച്ചപ്പോൾ ആത്മാവിനാൽ അവർക്ക് കിട്ടിയ ചില ഉത്തരവാദിത്വവും ദൗത്യങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നെ കാത്തിരിക്കുന്നു. കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടേ ഒരു ദേശത്തേക്ക് പോകാവൂ, ഒരു മേഖലയിലേക്ക് പോകാവൂ. നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയണം, നിങ്ങൾക്കും ചിലതിനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. നമുക്ക് ഇന്ന് ഊറ്റം കൊള്ളുന്ന നമുക്ക് ഒരു കുറവുണ്ട്, ഒരു കുറ്റമുണ്ട്. എന്താണ് കുറ്റം? ഞാൻ ഒരു വില്യം കേറിയെ പറ്റി പറഞ്ഞു.
അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന് പ്രവർത്തിച്ച ധീരന്മാരായ ദൈവാസന്മാർ, ഡേവിഡ് ബ്രെയിനിയാർഡിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വന്ന നിരവധി ആളുകൾ, വി നാഗൽ സാഹിബിനെ പറ്റി ഒക്കെ നമുക്ക് ഓർക്കാനുണ്ട്. നമുക്കെന്തുകൊണ്ട് ഒരു നാഗൽ സാഹിബ് ഉണ്ടാകുന്നില്ല? നമുക്കെന്തുകൊണ്ട് നമുക്കിടയിൽ നിന്നൊരു വില്യം കയറി ഉണ്ടാകുന്നില്ല? നമുക്കിടയിൽ നിന്ന് എന്തുകൊണ്ട് തദ്ദേശീയരായ ഇത്തരം ആളുകൾ വളരെ വിരളമായി എഴുന്നേൽക്കുന്നു? പൂർവികതയുടെ ഇത്തരം കഥകളിലോ ഇത്തരം ചരിത്രത്തിലോ ആവേശമുണ്ട് എന്നൊരു സത്യമാണ്. ആവേശം നമുക്കും ചിലത് ചെയ്യാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോട് വേണം ഈ യോഗം വിട്ട് ദൈവമക്കൾ കടന്നു പോകാൻ. അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കൂടി എന്നതിലല്ല, എനിക്ക് ചിലത് പ്രവർത്തിച്ചേ പറ്റൂ. ആ ദൗത്യം, എൻ്റെ ജോലി എന്താണ്, ആ ജോലിയിലേക്കുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ്. അപ്പം ഞാൻ ഇനി പ്രസക്തമായ ഈ വചനത്തിലൂടെ ഒന്ന് വരികയാണ്. അതിന് കാരണമുണ്ട്. ഈ പഴയ നിയമം തീരുന്ന ഇടത്താണ് സ്നാപകൻ നിൽക്കുന്നത്, സ്നാപക യോഹന്നാൻ നിൽക്കുന്നത്. അത് യേശുവിൻ്റെ വാക്കാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. എനിക്ക് ആ യോഹന്നാനെ പറ്റി ഒരല്പം വിശദീകരണം പറഞ്ഞു പോകേണ്ടതുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ സ്നാപകൻ ഒരു പ്രത്യേക നിലയിലെ ആത്മീയതയുടെ ഉൽപ്പന്നമാണ്. എന്ന് വെച്ചാൽ ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങാം. 1947 1947 ഉള്ള പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യക്കാരായ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. അതേ കാലത്ത് ഒരു സംഭവം, ആ ഇയർ മറക്കില്ല. അതിനാ ചാവുകടലിന്റെ പടിഞ്ഞാറെ തീരത്തുകൂടി ഒരാട്ടിടയൻ ആടുകളെ മേയിച്ചു പോവാണ്. ഒരു ബെഡൂവിയൻ ആട്ടിടയൻ. അവിടെ ധാരാളം ഗുഹകളുണ്ട്. ഇസ്രയേലിലൊക്കെ പോകുന്നവർക്ക് അറിയാം, ആ ഗുഹകളൊക്കെ കാണാൻ പറ്റും, ഇപ്പോഴും ഉണ്ട്. ചാവുകടലിന്റെ പടിഞ്ഞാറെ തീരത്തെ ഇത്തരം ഗുഹകളിലൂടെ ഇങ്ങനെ ആടുകളെ തീറ്റി അതിന്റെ പരിസരത്തുകൂടി നടക്കുന്ന ഇയാളുടെ ഒരാട് നഷ്ടപ്പെട്ടു. ആ പയ്യന്റെ പേര്, ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബിന്റെ ആട് നഷ്ടപ്പെട്ടു. ഈ ഗുഹകളിൽ എവിടെങ്കിലും ആടുണ്ടാകുമെന്ന് കരുതി അയാളൊരു കല്ലെടുത്ത് ഈ ഗുഹയിലേക്ക് എറിഞ്ഞു. അത്ഭുതപ്പെടുത്തുന്ന ഒരു മണിനാഥം ആ കാതുകളിൽ വന്നലച്ചു. വീണ്ടും ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഈ കല്ല് എവിടെയോ നല്ല നാദം മുഴക്കുന്ന ഒരു വസ്തുവിൽ മുട്ടുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇയാളവിടെ കയറി നോക്കുമ്പോൾ ഈ പുൽപ്പിറ്റിന്റെ ഒക്കെ പൊക്കമുള്ള കുറെ കളിമൺ ഭരണികളിരിക്കും. ഈ കളിമൺ ഭരണിയുടെ മൂടി മാറ്റി അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് മൃഗത്തിന്റെ തോൽ ചുരുളിൽ എഴുതിയ കുറെ കാര്യങ്ങളാണ്. അത് വായിക്കാനൊന്നും പുള്ളിക്കറിയില്ല. പുള്ളി ഈ തോൽ ചുരുളുകൾ പൊക്കിയെടുത്തു. ഇതെന്താണെന്നറിയാതെ കൊണ്ട് സിറിയയിലെ ഒരു വ്യാപാരിക്ക് വിറ്റു. ഒരു ചെരുപ്പ് വ്യാപാരിക്ക് വിറ്റു. ചെരുപ്പ് വ്യാപാരി ഇതെടുത്ത് ബാഗ് തുന്നാൻ വേണ്ടി വെട്ടിമുറിച്ചു. അവിചാരിതമായി അതുവഴി എത്തിയ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് ഡോക്ടർ ജോഷുവ സാമുവൽ ഈ കടയിൽ കയറി, അവിചാരിതമായി കയറിയതാണ്. ഈ വെട്ടിമുറിക്കാൻ തുടങ്ങുന്ന വസ്തുത കണ്ട് അമ്പരന്ന അദ്ദേഹം പറഞ്ഞു, നിർത്ത്, ഇതിനെന്ത് വില വേണം? ഒരു ബാഗിന്റെ വില മതി. ഇതാ പിടിച്ചു. ഇതെവിടുന്ന കിട്ടിയേ? ചോദിച്ചറിഞ്ഞ് ഡോക്ടർ ജോഷുവ സാമുവലും സമൂഹവും ചെന്ന് ഈ സ്ഥലം നോക്കുമ്പോൾ കാണുന്നത് നിരവധി ജാറുകൾ, അതിനുള്ളിലെല്ലാം ഇത്തരം സാധനങ്ങൾ. എന്താണെന്നറിയണ്ടേ? യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഈ കിട്ടിയത്. അന്ന് കയ്യെഴുത്ത് പ്രതികളാണ്. ഇത് എഴുതിയ ആളുകൾ കൂടി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അവർക്കറിയായിരിക്കും കേട്ടോ. ഈ ബൈബിൾ എഴുതാൻ അന്നത്തെ മനുഷ്യർക്ക് ചിലർക്കേ ലൈസൻസ് ഉള്ളൂ. എഴുതാൻ ലൈസൻസ് വേണം, കോപ്പിറൈറ്റ്. അത് എഴുതാൻ അധികാരമുള്ള ആളിന്റെ പേര് ശാസ്ത്രി എന്നായിരുന്നു. ശാസ്ത്രിമാർ അവന്റെ അടുക്കൽ വന്നു. 17 വിധ നിബന്ധനകൾ പാലിച്ചാണ് ഒരു ശാസ്ത്രി ഇത് എഴുതുന്നത്. ഇനി ചിലത് മാത്രം ഞാൻ പറയാം. ഒന്ന്, പ്രത്യേകം ഇതിനു വേണ്ടി വളർത്തിയ മൃഗത്തിന്റെ തോലില് ഇത് എഴുതാവൂ. അപ്പൊ ആ മൃഗത്തിന്റെ ഭക്ഷണം പോലും
ഇതിൻ്റെ വിശുദ്ധിക്ക് യോഗ്യമായ തരത്തിലാണ് കൊടുക്കുന്നത് വെള്ളമൊക്കെ. ആ മൃഗത്തിൻ്റെ തോലിലേ ഇത് എഴുതാവൂ. അതിനോട് ചേർത്ത് വെക്കുന്ന ഇതര തോലുകൾക്ക് തുല്യ അളവായിരിക്കണം, തുല്യ ക്വാളിറ്റി ആയിരിക്കണം. ഇനി പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത നിറമുള്ള മഷിയിലേ ഇത് എഴുതാവൂ. അപ്പോൾ അതിങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം വലത്തുനിന്ന് ഇടത്തോട്ടാണ് പഴയ നിയമത്തിൻ്റെ എഴുത്ത്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ 13 അക്ഷരവും താഴേക്ക് 30 അക്ഷരവും എന്ന ക്രമത്തിലേ എഴുതാവൂ. ഇത് കൂടാൻ പാടില്ലെന്ന് അർത്ഥം. അവിടെ 13 നിൽക്കണം. 12 ആയാൽ കുഴപ്പമില്ല, 13 നിൽക്കണം, കൂടരുത്. താഴേക്ക് 30 അക്ഷരത്തിൽ കൂടരുത്. 2 അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കരുത്. ഒരു തലനാരിഴയുടെയെങ്കിലും അകലം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, കണ്ണികകൾ എഴുതുമ്പോഴും അക്ഷരങ്ങളുടെ വിടവ് വളരെ പ്രകടമായിരിക്കണം. ഇനി ദൈവത്തിന്റെ പേരെഴുതേണ്ടി വരുമ്പോൾ പുതിയ പേന കൊണ്ട് എഴുതരുത്. ഉപയോഗിച്ച് തഴക്കം വന്ന പേന കൊണ്ട് എലോഹി, യാഹുവേ ഈ പേരുകൾ എഴുതാവൂ. ദൈവത്തിന്റെ പേരെഴുതിയ പേന കൊണ്ട് ഇനി മറ്റൊന്ന് എഴുതിക്കൂടാ. അത് ആചാരപരമായി ഒടിച്ചു മാറ്റിയിടണം. ആലോചിച്ച് എത്ര പേന അല്ലെങ്കിൽ എത്ര തൂലിക ഒടിച്ചു മാറ്റണം. ഇനി ഇങ്ങനെ എഴുതുന്ന വേളയിൽ മനപ്പാഠം അറിയാമെങ്കിലും മനസ്സിൽ നിന്ന് ഓർത്തെഴുതരുത്. തൊട്ടു മുമ്പിൽ ഒരു മാസ്റ്റർ കോപ്പി വെച്ചിട്ട് അത് നോക്കിയേ എഴുതാവൂ. ശരിയുണ്ടോന്നൂടെ? ഈ എഴുതുന്ന വേളയിൽ രാജാവ് അവിടേക്ക് കയറി വന്നു. രാജാവ് വന്നാൽ പോലും എഴുന്നേൽക്കാനോ അഭിവാദ്യം ചെയ്യാനോ രാജാവിൻ്റെ അഭിവാദ്യം സ്വീകരിക്കാനോ പാടില്ല. താങ്കൾ ചെയ്യുന്നത് മഹാരാജാവിൻ്റെ ജോലിയാണ്. മൈൻഡ് ചെയ്യരുത്. ഇത് എഴുതി തീർന്ന ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരു മുതിർന്ന ശാസ്ത്രിയുടെ പക്കലേക്ക് കൊടുക്കണം. ശാസ്ത്രി അപ്രൂവൽ നൽകിക്കഴിഞ്ഞാൽ ഞാൻ പുതുതായി ഒന്ന് എഴുതി എന്നല്ല പറയേണ്ടത്. നിലവിലുള്ള പ്രതികൾക്കൊപ്പം ഒന്നുകൂടി ഉണ്ടായി. നിലവിലുള്ള പ്രതികൾക്കൊപ്പം ഒന്നുകൂടി. ഇതിൽ ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയാൽ, നിയമം തെറ്റിപ്പോയാൽ വിലങ്ങനെ ക്രോസിങ്ങനെ വെട്ടി. ഇത് ഈ സിനഗോഗിന്റെ പിന്നിൽ ഒരു അലമാരയുണ്ട്. ആ അലമാരയുടെ പേര് ഗനീസ എന്നാണ്. ആ ഗനീസയിൽ കൊണ്ടിടണം. ഇതുപോലൊരു സംഭവമാണ്. ഈ ഗനീസ നിറഞ്ഞു കവിയുമ്പോൾ ആചാരപുരസരം ഇതെടുത്ത് പുറത്തു കൊണ്ടുവന്ന് അതെല്ലാം തീയിട്ട് ചുടണം. ചുട്ടുകഴിഞ്ഞ അക്ഷരം തെളിഞ്ഞു നിൽക്കുന്നെന്ന് കണ്ടാൽ ചാരമടിച്ച് ഒതുക്കണം. അത് വെള്ളമൊഴിച്ചു കെടുത്തി മണ്ണിൽ കുഴിച്ചിടണം. ഇങ്ങനെയാണ് ഈ പുസ്തകം നമ്മുടെ കൈ കിട്ടിയേ. മനസ്സിലായില്ലേ? അന്നേരമാണ് ഈന്തപ്പനയുടെ മടലിലും ഒട്ടകത്തിന്റെ തുടയിലും ഒക്കെ എഴുതിയ കക്ഷികൾ നമ്മുടെ വന്നിട്ട് പറയുകയാണേ ഇത് തിരുത്തിയെന്ന്. കൈവച്ചാൽ മതി വേല. മനസ്സിലായില്ലേ? അത് കൈവച്ചാൽ മതി. എത്ര ആശയങ്ങൾ! ഇത് എഴുതാനുള്ള പേപ്പറിന്റെ പോലും ക്വാളിറ്റി മനസ്സിലായോ? പോട്ടെ. അപ്പോ എന്തിനാ ഇത്രയും പറഞ്ഞേ? ഈ ഇത്തരത്തിലൊരു ചുരുള് അതിനകത്തിരിക്കുന്നു. ഡോക്ടർ ജോഷുവ സാമുവലും കൂട്ടർ ഇവിടെ അങ്ങോട്ട് പരിശോധിച്ചില്ലേ? 1ഉം 2ഉമല്ല, 1000കണക്കിന് പ്രതികൾ കിട്ടി. അതിനകത്ത് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ മുഴുവൻ പ്രതി, ഒരു പുസ്തകം ഒഴിച്ചു. കിട്ടാൻ പോയതെന്ന് എസ്തേറാണ്. ബുക്ക് ഓഫ് എസ്തേർ കിട്ടിയില്ല, ബാക്കി മൊത്തം ഉണ്ട്. 47 തുറക്കണം. അതിനു മുമ്പേ നമുക്ക് പല കയ്യെഴുത്ത് പ്രതികൾ കിട്ടി. പക്ഷെ 1947 കിട്ടിയ ഈ പുസ്തകത്തെയാണ് ചാവുകടച്ചുരുളെന്ന് പറയും. ഈ പാവപ്പെട്ട ഞാന് ഈ ചാവുകടച്ചുരുൾ നേരിട്ട് കണ്ടു. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൊന്ന് തൊടാനൊക്കത്തില്ല. ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അവരോട് കാല് പിടിച്ച് പറഞ്ഞിട്ട് സമ്മതിക്കുകയില്ല. ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ഈ ചാവുകടലിന്റെ തീരത്ത് നിന്ന് കിട്ടിയ ഈ ചുരുള് എത്ര ആധികാരികമാണെന്ന് പറയാനാണ്. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇവിടെ ആർക്കിയോളജിസ്റ്റുകൾ വന്നു മണ്ണ് കുഴിച്ച് പരിശോധന. ആ പരിശോധന ഒരു കാര്യം വെളിപ്പെട്ടു. മനുഷ്യവാസം എന്തിനായി? ചാവുകടലിന്റെ തീരത്ത് വെള്ളം കൊള്ളൂല, ഗുഹകളാണ്, ചെറിയ കുറ്റിക്കാടാണ്. ദാവീദ് ശൗലിനെ ഭയന്നൊക്കെ പോയിരുന്ന ഒട്ടേറെ സ്ഥലങ്ങളുള്ള ഇടമാണ്, മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇത് വരാൻ കാരണം എന്താ? പഠിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പൊതുലോകവുമായി ബന്ധപ്പെടാതെ, യെരുസലേമിന്റെ തിരക്കേറിയ ടൗണിൽ ജീവിക്കാതെ,
ആത്മീയത നഷ്ടപ്പെടും പൊതുസമൂഹത്തോട് ചേർന്നാൽ എന്ന് ചിന്തിച്ചുകൊണ്ട് പാപികളായ മനുഷ്യരോട് പൂർണ്ണമായി വേറിട്ടുകൊണ്ട് ഈ കാട്ടിനുള്ളിൽ ഏകാന്ത ജീവിതം നയിച്ച ഒരുപറ്റം മനുഷ്യരുണ്ടായിരുന്നെന്നും അവർ ശരീരവിശുദ്ധിക്കും ജീവിത വിശുദ്ധിക്കും പ്രാധാന്യം കൊടുത്തെന്നും ആ പരിസരങ്ങൾ പോലും വെടിപ്പുള്ളതായിരുന്നെന്നും ഇവിടുന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് മലിനജലം ഒഴുകിപ്പോകാനുള്ള കുഴികൾ, ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ തന്നെ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളുടെ പാലാണ് കുടിക്കുന്നത്. ഇവർ തന്നെ കിഴങ്ങുകൾ രൂപപ്പെടുത്തി കൃഷിയെടുത്ത് അതാണ് കഴിക്കുന്നത്. നമ്മുടെ ഫുഡ് കഴിക്കില്ല, നമ്മളോട് ബന്ധമില്ല, നമ്മുടെ വസ്ത്രം ധരിക്കില്ല. ഇതൊക്കെ വായിച്ചപ്പോൾ ഡോക്ടർ ജോഷുവ സാമുവലിന്റെ ഉള്ളത്തിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയി അദ്ദേഹത്തിനും പഠിതാക്കൾക്കും. അതൊക്കെ ഇതുപോലൊരു മനുഷ്യനെ പരിചയപ്പെട്ടു ബൈബിളിൽ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, ഭക്ഷണം വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ പക്ഷിയല്ല കേട്ടോ, അതുകൊട്ടെ പരിഭാഷ വന്ന പ്രശ്നമാണ്. അതൊക്കെ നമുക്ക് തിരുത്തണ്ട കേട്ടോ. ഇതൊക്കെ ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, ഇവിടെ പാർത്തുന്നൊരു പുരോഹിതൻ, യെരുശലേം ദേവാലയത്തിന്റെ തിരക്കിൽ ധൂപം കാട്ടി ജീവിക്കേണ്ട മനുഷ്യൻ എന്തിനാണ് യേശു പോലും നിലയങ്കി ധരിക്കുന്ന കാലത്തെ, വിലപിടിപ്പുള്ള അങ്കി ധരിക്കുന്ന കാലത്തെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറും ചുറ്റിക്കൊണ്ട് ഈ കാട്ടിൽ താമസിച്ചത്? വിശുദ്ധിയുടെ തീവ്രതയിൽ ഇങ്ങനെ പറയുന്നവന്റെ ശബ്ദമാണ്. ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ എൻ്റെ ശബ്ദം മുഴക്കും. പറയുന്നത് മരുഭൂമിയിലാണ്. പ്രവാചക ശബ്ദങ്ങൾ മരുഭൂമിയിൽ മുഴങ്ങിയാലും കാലമെത്ര കഴിഞ്ഞാലും ആ വചനം അതിന്റെ ഉദ്ദേശം നിറവേറ്റി വരുമെന്നുള്ളതിന്റെ തെളിവായിരുന്നു സ്നാപകന്റെ വാക്കുകൾ. കേൾക്കാൻ ആളുണ്ടോ എന്നുള്ളതല്ല, ഞാനൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. മരുഭൂമിയിൽ നിന്നാണ് എന്റെ പ്രസംഗം. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്താ? ഇതിലും വലിയൊരു മനുഷ്യനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച് നമ്മുടെ ഭക്ഷണം വാങ്ങാതെ അവിടെ നിന്ന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മാത്രം ഉൽപ്പന്നങ്ങളെ കഴിച്ച് നമ്മോടൽപ്പം ഗൗരവത്തോടെ പെരുമാറി വേണ്ടി വന്നാൽ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്ന പരിഷ്കാരരഥികളായ മനുഷ്യരെ കണ്ടിട്ട് വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ മനുഷ്യനേക്കാൾ വിശുദ്ധിയിൽ വലിയൊരുവനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആളെങ്ങനെ ആകണം? മറ്റൊരാളായിരിക്കും. പക്ഷെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടേ എന്നെ നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യൻ അങ്കിയൊക്കെ ധരിച്ച് കുഷ്ഠരോഗിയുടെ തോളെ കൈയിട്ട് ചുങ്കക്കാരനോട് വർത്താനം പറഞ്ഞ് മോശപ്പെട്ട സ്ത്രീകളെ കണ്ട് മക്കളെ എന്ന് വിളിച്ച് അവരുടെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞേ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ നടന്നു വരുമ്പോൾ കണ്ടവരമ്പരന്നു. കാരണം ഈ ജനങ്ങൾക്കിടയിൽ എങ്ങനെ വിശുദ്ധി സൂക്ഷിച്ചു കഴിയും? ഇതാണ് ക്രൈസ്തവ വിശുദ്ധി സങ്കല്പം. എന്താണെന്നറിയട്ടെ, അത് ഒളിച്ചോട്ടല്ല. പാവി വരുന്നു, കുഷ്ഠരോഗി വരുന്നു, എനിക്ക് മാറണം എന്ന് പറഞ്ഞ് ഒളിച്ചോട്ടല്ല. പാപിയുടെ നടുവിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ വിശുദ്ധി കൊണ്ട് നമ്മയും വിശുദ്ധരാക്കുന്ന ദൈവത്തിന്റെ പ്രക്രിയയാണ് ക്രൈസ്തവ വിശുദ്ധിയുടെ ബോധം. മനസ്സിലായോ? ഇല്ലേ വേറെ കാര്യം പറയാം. ചില നാൾക്കപ്പുറത്ത് സർക്കാർ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാനുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ MLA മന്ത്രിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനുണ്ട്, എല്ലാ മതത്തിൻ്റെ ആളുകളുണ്ട്. ഞങ്ങൾ 2-3 പേരുണ്ട്, പുരോഹിതന്മാർ, എൻ്റെ കൂട്ടുകാരായ 2 അച്ഛന്മാരും ഉണ്ട്. അപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ സംസാരിച്ചോളൂ, ഞങ്ങൾക്കവിടെ ഈ കലഹമൊന്നും അങ്ങനെ ഇല്ല. അച്ഛൻ സംസാരിച്ചു, പാസ്റ്റർ സംസാരിച്ചു എന്നുള്ളത് അടി വെക്കുന്ന രീതിയൊന്നുമില്ല. അത്തരത്തിലൊരു മാനസിക ബന്ധമാണ്. പാസ്റ്റർ സംസാരിച്ചാൽ മതി. സംഭവം എന്താണെന്നറിയണ്ടേ? ചില നിരോധിക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാം. അങ്ങനെയാ. അപ്പൊ നമുക്കിപ്പം മറ്റൊരാളുടെ പ്രീമേഴ്സിലേക്ക് ആര് പോകണ്ട എന്ന് വിധി പറയാൻ നമ്മളല്ല, അവിടെ എൻ്റെ നിയമമൊക്കെ കാണും. അപ്പൊ ഞാനിത് അന്യമതസ്ഥരുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരാതെ നമ്മൾ സ്ത്രീകളെ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നു എന്നുള്ള രീതികൾ പറഞ്ഞങ്ങ് ഇരുന്നു. ഇരിക്കാൻ തുടങ്ങുമ്പോൾ അധ്യക്ഷനൊരു കുറിപ്പ് തന്നു, നിങ്ങൾ ഇതുവരെയും ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ കയറാവോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല, അഭിപ്രായം പറയണം. ആരും അങ്ങോട്ട് പോകില്ല, നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. നിങ്ങൾ നമ്മുടെ കൂടെ പോരൂ, നിങ്ങൾ നമ്മുടെ അടുത്ത് പോരുന്നേ, നിങ്ങൾ ധൈര്യമായിട്ടിഞ്ഞു വാ. എന്താ കാര്യം? നമ്മുടെ കർത്താവിനറിയായിരുന്നു ആർത്തവമുള്ള ഒരു സ്ത്രീ
തെറ്റുകാരിയോ കുറ്റക്കാരിയോ ഒന്നല്ല. അത് പ്രകൃതി അവളിൽ വരച്ചിട്ടുള്ളൊരു ഋതുചിത്രമാണ്. പക്വതയുടെ, ശാരീരികക്ഷമതയുടെ, ദൈവികമായ അനുഗ്രഹത്തിന്റെ തെളിവാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് 2000 ആണ്ട് മുമ്പ് മുൻകൂട്ടി കണ്ടവന്റെ പേരാ യേശു. അന്നേ ഒരു മറുപടി യേശു കൊടുത്തു. എന്താ കാര്യം? രക്തസ്രവക്കാരി വഴി നിന്ന് അതിലേ പോകുന്ന യേശു അരികിൽ വരുമ്പോൾ അവളിങ്ങനെ കൈ നീട്ടി യേശുവിനെ ഒന്ന് തൊട്ടിട്ട് അന്നേ തകർത്ത ബന്ധനമായത്. മനസ്സിലായില്ലേ? ഈ ചോദ്യത്തിന് 2000 ആണ്ട് മുമ്പ് ഉത്തരം പറഞ്ഞൊരു പുസ്തകം കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? മറ്റൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞേ, ഈ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതും അവർ സമൂഹത്തിൽ വരുന്നതെല്ലാം പുരുഷന്മാർക്ക് വൈകാരികമായ പ്രശ്നങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് സ്ത്രീകൾ മൂടി പുതച്ച് സഞ്ചരിച്ചോണം, അതാണ് വിശുദ്ധി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതല്ല വിശുദ്ധി. സ്ത്രീകളല്ല, സ്ത്രീയും പുരുഷനും എല്ലാം മാന്യമായി വസ്ത്രം ധരിക്കണം. അതിനകത്ത് തർക്കമൊന്നുമില്ല. സംസ്കാരത്തിനിണങ്ങുന്ന, നഗ്നത മറയുന്ന. പക്ഷെ അത് സ്ത്രീക്ക് മാത്രമല്ല. ഇനി സ്ത്രീ ഏതെങ്കിലും തരത്തിലൊരു വസ്ത്രം ധരിക്കുന്നതിന് പുരുഷൻ കണ്ടാൽ അവനത് സംബന്ധിച്ച് പ്രശ്നമുണ്ടെങ്കിൽ അവൻ കണ്ണും മൂടി കെട്ടി നടക്കട്ടെ. അതല്ലേ? മനസ്സിലായില്ലേ? സ്ത്രീ ചാക്കി കയറേണ്ട കാര്യമില്ലെന്ന്. ഇയാൾക്ക് പ്രശ്നമാണെങ്കിൽ ഇയാളൊരു തുണി വെച്ച് കണ്ണ് കെട്ട്. പരീക്ഷന്മാരങ്ങനെ ചെയ്തേ, അവര് കണ്ണും മൂടി കെട്ടിയാ പോന്നു. നിങ്ങൾ അങ്ങനെ നടക്ക്. അതല്ലേ ശരി? ഇതെന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? യേശു കർത്താവിൻ്റെ അരികിൽ ഈ സ്ത്രീ വരികയും യേശുവിനെ തൊടുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ വിശുദ്ധി ഈ ഫ്യൂസ് അടിക്കുന്ന പോലെ അടിച്ചു പോകുമായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. നമ്മളോട് ആരോട് സഹകരിക്കാതെ ഇങ്ങനെ മാറി 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 നിൽക്കുന്ന യേശു. കുഷ്ഠരോഗി വരുന്നു, അയ്യോ തൊടരുത്. അവിടുന്ന് എന്താ പറയുക, മാനസിക രോഗി വരുന്നു, ഭ്രാന്തം വരുന്നു, കുളിക്കാത്തവൻ വരുന്നു, ആർത്തവമുള്ള സ്ത്രീ വരുന്നു. പല ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ യേശു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാ. അപ്പോൾ ഈ പത്രോസ് യോഹന്നാനുള്ള കൂടി ഇവരെ മാറ്റി ഒന്ന് മാറ് യേശു ഇങ്ങോട്ട് മാറ്, അങ്ങോട്ട് മാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ വിരുദ്ധന്മാര് ഇങ്ങനെ യേശുവിനെ തൊട്ടു. നമ്മുടെ ആ പെങ്കൊച്ച് യേശുവിനെ തൊട്ടു. യേശു പറഞ്ഞു കാണും, എൻ്റെ പത്രോസേ, യോഹന്നാനെ പോയടാ, ഞാൻ സ്വർഗത്തിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വന്ന വിശുദ്ധി മുഴുവൻ ഈ സ്ത്രീ കളഞ്ഞു. അങ്ങനെ വന്നിരുന്നേ നമുക്കിന്നത് പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് കുഷ്ഠരോഗിക്കും അവനെ ആലിംഗനം ചെയ്യാം. ഏത് മാരക രോഗങ്ങളുടെ വ്രണങ്ങളുള്ളവർക്കും തൊടാൻ അർഹതയുള്ളവന്റെ പേരാ കർത്താവായ യേശു. ഇതാ നമ്മൾ ഇന്ത്യൻ ജനസാമാന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താ? പണ്ട് കാലത്തെ യഹൂദൻ അന്നും ഇന്നും മൃതശരീരത്തെ തൊടുകയില്ല. ഇന്നും യഹൂദൻ ഈ മൃതശരീരത്തെ ഇങ്ങനെ കവച്ചു കിടക്കുകയില്ല. അതിന് കല്ലറയല്ല, ഇങ്ങനെ വെള്ള പെയിന്റ് അടിക്കും. ഇസ്രായേലി പോലുള്ളവർ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ ക്രോസ് ചെയ്താൽ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. പക്ഷെ ഈ ഗുരുവിന്റെ പ്രത്യേകത എന്താ? ശവം കണ്ടാൽ അവിടുന്ന് ഒന്ന് തൊടാതിരിക്കുകയല്ല, അല്ലേ? ശവം അരികിലൂടെ പോയി കഴിഞ്ഞാൽ ആ കൈ നീട്ടി തൊട്ടാൽ ഒരു കാര്യം ഉറപ്പാ, ശവത്തിന്റെ അശുദ്ധിയെ മുഴുവൻ വലിച്ചെടുത്തു മാറ്റി അവനിലേക്ക് തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് അവനെ പുതുനിയമത്തിന്റെ അനുഭവമുള്ളവനാക്കി മാറ്റാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. അതാണ് നസ്രായനായ യേശു. അജയ്യനായ ആ ദൈവപുത്രനെ പ്രസംഗിക്കാനാ ഞാനും നിങ്ങളും സുവിശേഷാത്മാവോടെ, സുവിശേഷത്തിന്റെ പ്രചോദനത്തോടെ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പക്കലുണ്ട് സകല അശുദ്ധിക്കും ഒരു മറുമരുന്ന്. അതുകൊണ്ട് യോഹന്നാൻ പറയുക, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തെ ഇരുളിന് പിടിച്ചടക്കാൻ കഴിയില്ല. ഇരുളിന് അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരിരുളിനും തോൽപ്പിക്കാൻ കഴിയാത്ത സത്യവെളിച്ചത്തിന്റെ പ്രചാരകരാണ്. ആ സത്യവെളിച്ചത്തിന്റെ എല്ലാ തലങ്ങളും ഇന്ത്യയിലെ ജനസാമാന്യങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുകൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുക. ഇന്ത്യ എന്നല്ല, എവിടെ കർത്താവ് അയക്കുന്നോ അവിടെ. സ്തോത്രം. നമുക്ക് ശ്രീലങ്കയിലും ഞങ്ങൾക്ക് ആഫ്രിക്കയിലുമൊക്കെ മിഷനുണ്ട്, മിനിസ്ട്രി ഉണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഛത്തീസ്ഗഡിലൊക്കെ ഇവിടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമുണ്ട് എന്ന് കരുതി ആ പ്രശ്നത്തെ കണ്ട് ഭയന്ന് പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്. 2-3 നിലകളിൽ പണിയെടുക്കണം. ഒരു പ്രശ്നമുണ്ടാകുന്ന ഇടത്ത് വൈരാഗ്യത്തിന്റെ മനസ്സൊന്നും പാടില്ല. കൊല്ലാൻ വരുന്നവനെയും സ്നേഹിക്കുന്ന മാർഗം, അവരോടും നമുക്ക് സ്നേഹവും ആദരവും അതേ പാടുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഞാനും നിങ്ങളൊന്നും ഇവിടെ ഇരിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് ഇത്തരം ഒരു യോഗം വെച്ച് ആരുണ്ടായില്ല. ഇനിയിപ്പോൾ ഒരു കൺവെൻഷൻ പുറത്താണ് നടക്കുന്നെങ്കിൽ 1000കണക്കിന് ആൾ കൂടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയൊരു യോഗം വെച്ചാൽ മതി, 2000-3000 പേരാണ്. പക്ഷെ ഒരു കാര്യം, 1 നൂറ്റാണ്ട് മുമ്പ് ഈ പുസ്തകം പോലും കയ്യിലില്ലാതെ ഒത്തിരി സാധുക്കൾ ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. ഒരു യോഗം കൂടാൻ ചൂട്ടുകറ്റ കെട്ടി പോയിട്ടുണ്ട് ഈ വഴി.
അവർ പോയ വഴിക്ക് അവർ പൊഴിച്ച കണ്ണീരാണ് ഇന്ന് ഫലമായി ഇവിടെ ഇരിക്കുന്ന നമ്മൾ. ഒരു മഴ പെയ്യുമ്പോൾ ഓർക്കണം, ഇന്ന് പെയ്യുന്ന മഴ പണ്ടെങ്ങോ ഇവിടെ നിന്ന് ബാഷ്പീകരിച്ചു പോയ ജലാംശം മുകളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുക കാർമികമായിട്ട്. സമയമായപ്പോൾ അതിങ്ങി പെയ്തു. പണ്ടാരൊക്കെയോ പ്രാർത്ഥിച്ച ത്യാഗം ഒരു വലിയ മേഘമായി മുകളിൽ കിടപ്പുണ്ട്. അതിങ്ങി പെയ്യും. ഇന്നിവിടുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതെന്തോ അത് മുകളിലൊരു ഡെപ്പോസിറ്റാ. വരും തലമുറ അത് ഏറ്റെടുത്ത് ചെയ്യത്തക്ക വിധം നമുക്ക് കർമ്മനിരതരാകാം. ഇതിനു വേണ്ടി 1-2 പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ മുമ്പോട്ട് വെക്കുന്നു. അതിലൊന്നാണ്, ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പൂർണ്ണ സമയം സുവിശേഷം അറിയിക്കുന്നവർ നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് ഉള്ള ജീവിത പരിസ്ഥിതിയിൽ ഒരു ജോലി, ഏതെങ്കിലും തരത്തിലെ ജോലി ചെയ്തുകൊണ്ട് ഒരു മേഖലയിൽ സ്വന്തമായി ഫണ്ട് കണ്ടെത്തി, സ്വന്തം അധ്വാനത്തിലൂടെ വഴി കണ്ടെത്തി, അങ്ങനെ ഉപജീവനം കഴിച്ചുകൊണ്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും വിധം നമ്മുടെ മക്കളെ സജ്ജരാക്കണം. അവരെ അതിനായിട്ട് ഒരുക്കണം. അവർ ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകനോ ആരുമായിക്കൊള്ളട്ടെ, ഒപ്പം അവർ ചെയ്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പുസ്തകത്തിന്റെ പ്രചാരണം അവരത് സാധ്യമാക്കത്തക്ക വിധം നമ്മുടെ സൺഡേ സ്കൂളുകളും നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ സജ്ജമാകും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കെല്ലാം വ്യത്യസ്ത ദൈവശാസ്ത്ര വീക്ഷണമുള്ളവരാണ്. വ്യത്യസ്ത വീക്ഷണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം കാത്തലിക് പുരോഹിതന്മാരും ഞങ്ങളും ഒക്കെ അടങ്ങുന്നൊരു മീറ്റിങ്ങിലായിരുന്നു. ഞാൻ ഒരു ഡിബേറ്റാണ്. ആ ഡിബേറ്റിൽ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ രണ്ടായി തെറ്റിക്കാൻ വേണ്ടി ഒരു ദൈവശാസ്ത്ര പ്രശ്നം അവരങ്ങ് എടുത്തിട്ടു. അപ്പോൾ അച്ഛനൊരു മറുപടി, ഞാനൊരു മറുപടി, രണ്ടായിട്ട് പറയണ്ടോ? അപ്പം ഞങ്ങളത് ആലോചിച്ചു, ഇങ്ങനെ വരുമെന്ന് നമുക്കറിയാം, നമ്മളിത് എത്രയോ കണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളത് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാം ദൈവശാസ്ത്രം സംബന്ധിച്ച് പല കാഴ്ചപ്പാടുണ്ട്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ടൊരു ദൈവശാസ്ത്ര ചർച്ച നടത്തിയാൽ ഞാൻ പറയുന്നതല്ലായിരിക്കും മറ്റൊരാൾ പറയുന്നത്, അച്ഛൻ പറയുന്നതായിരിക്കില്ല. അതായിരിക്കും ഒരു ബാപ്റ്റിസ്റ്റിലെ സുവിശേഷകൻ ഞാൻ പറയുന്നതല്ല പറയുന്നു, ബാപ്റ്റിസ്റ്റിലെ സുവിശേഷം പറയുന്നതല്ല CSI സുവിശേഷം പറയുന്നു, അതായിരിക്കില്ല ജേക്കബൈറ്റ് സഹോദരങ്ങൾ പറയുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ വേറൊരു കാര്യമോ, ഈ വേദിയിൽ വ്യത്യസ്തരായ ആളുകൾ ജേക്കബൈറ്റ്സും ഓർത്തഡോക്സും കാത്തലിക്കും പെന്തക്കോസ്റ്റും ബാപ്റ്റിസ്റ്റും എല്ലാം ഇരിക്കുക. നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, കൊലപാതകം സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനിറ്റിയുടെ നിലപാടെന്താ? അഡൾട്ടറി സംബന്ധിച്ചുള്ള നിലപാടെന്താ? മോഷണം സംബന്ധിച്ച നിലപാടെന്താ? പുനർവിവാഹം സംബന്ധിച്ച നിലപാടെന്താ? ഒരാളെ കൊല്ലുന്നത് സംബന്ധിച്ചുള്ള നിലപാടെന്താ? ഒറ്റ നിലപാടേ ഉള്ളൂ, ഒറ്റ നിലപാട്. എന്താ ഈ പറഞ്ഞറിയണ്ടേ? ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റിക്ക് ഒറ്റ എത്തിക്സേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല. ഒറ്റ എത്തിക്സ് നമ്മളാരും ഉണ്ടാക്കിയല്ല കേട്ടോ. യേശു തന്ന ധാർമ്മിക പാഠത്തിലാണ് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. ദൈവശാസ്ത്രം വ്യത്യസ്തമാണ്. നമ്മളൊരു ദേശത്ത് പ്രവർത്തിക്കാൻ പോകുമ്പോ സഭയും സംഘടനയൊക്കെ വേണമെന്നേ, അതിനോട് ആത്മാർത്ഥത കാണിക്കണം. അത് നമ്മുടെ ചുവര, ആ ചുവരിൽ ആണ് ഈ ചിത്രം വെക്കേണ്ടത്. ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ചിത്രം വെക്കാനുള്ള ചുവരാണ്, ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന ചുവരാണ്. ആ ചുവരിനെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ സ്പിരിറ്റ് ആവരുത്. മറിച്ച് നമ്മൾ രാജ്യാന്തരമായ കാഴ്ചപ്പാടുള്ളവരായി, ലോകവീക്ഷണമുള്ളവരായി സുവിശേഷം പറയാൻ, യേശുവിനെ പറയാൻ കഴിയുന്നത്ര സകല ആളുകളുമായിട്ട് സഹകരിക്കണം, ഹൃദയം തുറന്ന് സഹകരിക്കണം. അത് നമ്മൾ നേതാക്കന്മാർ കുറെ പേര് വേദിയിലിരുന്ന് ഞങ്ങളെ ഒന്നാക്കണേന്ന് കെട്ടിപ്പിടിച്ച് പാടുന്ന മാത്രമല്ല, ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളെ നേരിടണം. ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരു സഭയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതിനുള്ള ശക്തിയൊന്നും നമുക്കില്ലെന്നേ. നമുക്കുള്ള ശക്തിയൊന്നുമില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒറ്റക്കെട്ടായി പ്രശ്നങ്ങളെ നേരിടണം. ഛത്തീസ്ഗഡിൽ അതിന്റെ മാതൃക കണ്ടു, മണിപ്പൂരിൽ അതിന്റെ മാതൃക കണ്ടു. കാരണം മറുവശത്ത് ശത്രു എല്ലാവിധ ആയുധങ്ങളോടും കൂടി എല്ലാവിധ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ വരിക. ഇത് ചെറുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി ആത്മാവിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. കാരണം നമ്മുടെ പക്കലുള്ളത് വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ കെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല. വെളിച്ചമാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടം വിട്ട് പിരിയുമ്പോൾ ഒന്ന് ചിന്തിച്ച് ഉറപ്പിച്ചു പോകണം. എനിക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട്, ചില ദൗത്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊരു 10-11 പ്രവർത്തനങ്ങൾ ബീഹാറിലുണ്ട്. ആ ബീഹാറിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തണം. റിസ്ക്കാണത്. ഞങ്ങൾ മലയാളികൾ മാത്രം കൂടുന്ന ചർച്ചിൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു,
ഇവിടെയുള്ള ആ മിഷണറിമാർക്ക് വേണ്ടി ഒരു ദിവസം അധ്വാനിക്കാൻ മനസ്സുള്ളവർ, വേറെ ഒരു ദിവസത്തെ ജോലി എന്തോ ആകട്ടെ, ഒരു ദിവസത്തെ നിങ്ങളുടെ ഇൻകം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തി ഓവർ ടൈം ജോലി ചെയ്ത് ഈ ഫണ്ട് കണ്ടെത്താം. ജനങ്ങളെല്ലാവരും അതിന് തയ്യാറായി. ഫണ്ട് വന്നു. ഒരു വിദേശത്തെ ആശ്രയിക്കാതെ സ്വദേശീയമായ സംവിധാനത്താൽ ആ 11 മിഷൻ സ്റ്റേഷനുകൾ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പുറത്തോട്ട് കാത്തിരിക്കരുത്. കാരണം ആ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി മറ്റൊരു രൂപത്തിലേക്കായിപ്പോയി. നമുക്ക് ഇവിടെ തന്നെ ഫണ്ട് കണ്ടെത്താൻ സാധിക്കണം. നമുക്ക് മിഷണറിമാരെ കണ്ടെത്താൻ സാധിക്കണം. ഇതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എന്നെ സംബന്ധിച്ചോളം മിഷണറിമാരെ കണ്ടെത്തുക എന്നുപരി നമ്മൾ പോകാൻ സന്നദ്ധരാണ്. മറ്റൊരുത്തനെ വിടണേ എന്ന് പറയുന്നതിലും വലുതാ നിന്നെ എന്ന് അയക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എവിടെ അയച്ചാലും പോകാനായിരിക്കുന്നത്. എവിടെ അയച്ചാലും കേരള ഏറെക്കുറെയൊക്കെ നമ്മൾ മടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ലെന്നേ. നമുക്കിനി ചെയ്യാനുള്ളത് സുവിശേഷം അറിയാത്തയിടത്ത് എരിഞ്ഞടങ്ങത്തക്ക വിധം ഒരു മിഷണറിയായി പ്രവർത്തിച്ച് യേശുവിന് വേണ്ടി നിൽക്കണം, യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ വേദനാജനകമായ ഒരു വസ്തു കൂടി പറയാം. ഞാൻ ചില നാളുകപ്പുറത്ത് വെയിൽസിൽ ഒരു മിഷണറി പര്യടനം നടത്തി. അവിടെ വെയിൽസിൽ ഉണർവ് നടന്നൊരു ചർച്ചുണ്ട്. നമ്മൾ ഈ കാണുന്ന സങ്കല്പമല്ല അവരുടെ ഉണർവ്. നമ്മൾ ഈ ഉണർവ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നമ്മുടെ ചാട്ടവും ബഹളവും കൈയടിയൊക്കെയാണ്. അവരുടെ ഉണർവ് അതല്ല. അവരൊരു പ്രസംഗം കഴിയുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്ത് ചിന്തിച്ച് പിരിയും. ആ ഉണർവ് അവരുടെ അന്തരാത്മാവിൽ ചിലതിനെ ചെയ്യാനുള്ളൊരു സമർപ്പണമാണ്. നമ്മൾ ആ വീര്യം മുഴുവൻ നമുക്ക് ഉണർവെന്ന് തോന്നുന്ന പലപ്പോഴും ഒരു ആവേശമാണ്. അവര് ഈ ഉണർവ് നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പുൽപ്പിറ്റുണ്ട്. ആ ഉണർവിന് നേതൃത്വം കൊടുത്ത കർത്തൃദാസൻ ഉപയോഗിച്ച പുൽപ്പിറ്റാണ്. അതേ ഉപയോഗിച്ച ചെയർ കിടപ്പുണ്ട്. ഇന്ന് ആ ചർച്ചിൽ 9 പേരെ കൂടാനുള്ളൂ, വെറും 9 പേര്. അതിൻ്റെ കാരണം അവിടെ മക്കളില്ല. അവർക്ക് സായിഫുമാർക്ക് മക്കളില്ല. അല്ലെ 1-2 പേര് അവരവരുടെ വഴിക്ക് പോകും. ഇത് കൊണ്ടുനടക്കാൻ ആരുമില്ല. വിൽക്കാനിട്ടിരിക്കുകയാണ് ഈ സ്ഥാപനം. വെയിൽസിലെ ഉണർവ് നടന്ന ആ ചാപ്പ്. ഇവാൻസ് റോബർട്ട് എന്ന് പറയുന്ന ഒരു കുട്ടി 7 വയസ്സുള്ളപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രാർത്ഥന. വെയിൽസിനെ ഒന്ന് ഉണർത്തണം. കലാലയത്തിൽ അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ കണ്ട് തന്റെ ആഗ്രഹം പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെടണം. പ്രാർത്ഥന നിശ്ചലമായില്ല. അദ്ദേഹത്തിന് 15 വയസ്സ് പ്രായമെത്തുമ്പോഴേക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ 25,000 പ്രാർത്ഥനാ സെല്ലുകൾ രൂപപ്പെട്ടു. അതിന്റെ കണക്ക് കുറഞ്ഞത് 3 പേര് വേണം, മാക്സിമം എത്രയാകാം. അടുത്ത ഘട്ടം അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായമാകുമ്പോഴേക്കും 40,000 പ്രാർത്ഥനാ സെല്ലുകൾ രൂപപ്പെട്ടു. നോക്കണം, ഈ പ്രാർത്ഥന നാടിനെ മാറ്റിമറിച്ചു. ഒരു നിശ്ചിത അളവ് അകലത്തേക്ക് ആളുകൾ ഈ പ്രാർത്ഥനായോഗത്തിലേക്ക് വരുമ്പോൾ വൈദ്യുത പ്രവാഹമേറ്റ പോലെ മാറിയിട്ട് അവർ പൊട്ടിക്കരയും. വലിയ ആത്മപ്രചോദനം അവർക്ക് വരും. അവര് നാടിനെ മുഴുവൻ കഞ്ചാവ് പോലെയുള്ള, ഓപ്പിയം പോലെയുള്ള മയക്കുമരുന്നുകൾക്കും മറ്റും അഡിക്റ്റായ ആളുകളെ നോക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലം കണ്ടു. അവിടുത്തെ മാരകമായ ഇത്തരം തിന്മയ്ക്ക് അടിമപ്പെട്ട 1000കണക്കിന് ആളുകളെ ദൈവം രക്ഷിച്ചു. ഒരു ഇവാൻസ് റോബർട്ടിന് ഒരു നാടിനെ മാറ്റാൻ നിശ്ചയദാർഢ്യം ഉണ്ടായപ്പോൾ അത് മാറിയെങ്കിൽ, ഒരു വില്യം കേറിക്ക് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വന്ന് 6 മേജർ ഭാഷകളിൽ ബൈബിൾ പൂർണ്ണമായും 28 ഭാഷകൾ ഇവിടെ വന്ന് പഠിച്ച് പുതിയ നിയമം പൂർണ്ണമായും പരിഭാഷപ്പെടുത്താനുള്ള ആത്മനിയോഗമുണ്ടായെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നു കൂടാ പ്രവർത്തിക്കണം. നമുക്കതിലേറെ സോഴ്സുണ്ട്, നമുക്കതിലേറെ സാധ്യതകളുണ്ട്. അത് ഉപയോഗിക്കാനാണ് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത്. ഞാൻ ഉപസംഹരിക്കുമ്പോൾ ഒന്ന് പറയട്ടെ. ഒരു മഹാദൗത്യം ഏറ്റെടുക്കാൻ തമ്പുരാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുമ്പോൾ എനിക്കും ചിലത് പ്രവർത്തിക്കണം. ഈ ആയുസ്സിൽ നീ അല്പകാലമേ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടൂ. പകലുള്ളത്തോളം അയച്ചവന്റെ വേല ചെയ്യണം. ചില ധർമ്മങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ, ദൗത്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആ വലിയ ആത്മഭാരം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേള ആ പ്രാർത്ഥനാ വിഷയം തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പിരിയാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സത്യവെളിച്ചത്തെ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ അടിയന്റെ ആരോഗ്യത്തെ തമ്പുരാനെ പ്രയോജനപ്പെടുത്തണമേ.
അടിയന്റെ അറിവ് കുറവുള്ള, വിവേകക്കുറവുള്ള ഈ മനസ്സിനെ, ഹൃദയത്തെ, ഈ തലച്ചോറിനെ നീ പ്രയോജനപ്പെടുത്തണമേ. അടിയന്റെ കുടുംബത്തെ പ്രയോജനപ്പെടുത്തണമേ, മക്കളെ പ്രയോജനപ്പെടുത്തണമേ, അടിയന്റെ സമ്പത്തിനെ പ്രയോജനപ്പെടുത്തണമേ. അടിയനിതാ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നു. പ്രിയരെ, ദൈവത്തിനായി പ്രവർത്തിക്കാൻ പ്രായമൊരു തടസ്സമല്ല, ഇല്ലായ്മയൊരു തടസ്സമല്ല. കയ്യിലൊരു നാണയത്തൊട്ട് സ്വന്തമില്ലാതെ, ഒരു കാളയോ കഴുതയോ സ്വന്തമില്ലാത്ത നിരക്ഷരന്മാരായ 12 ശിഷ്യന്മാരെ നിർത്തി യേശു പറഞ്ഞു, ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിങ്ങളുടെ കരം ശൂന്യമാകാം, ബാങ്ക് ബാലൻസ് 0 ഭൂമിയുടെ അറ്റം വരെ. ഭാഷയറിയാത്ത, അറിവില്ലാത്ത അതിസാധാരണക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളെ കണ്ടിട്ട് പറയാണ്, ഭൂമിയുടെ അറ്റം വരെ. ആർക്കും നിന്റെ വഴി തടയാൻ പറ്റില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്, തമ്പുരാൻ എവിടെ അയച്ചാലും ഞാനിതാ തയ്യാറാകുന്നു നിനക്കായി പ്രവർത്തിക്കാം. നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം, ഈ നാട്ടിൽ നിന്ന് ആരംഭിക്കാം, പരിസരങ്ങളിൽ കാണുന്ന സാധുക്കളിൽ നിന്ന് ആരംഭിക്കാം, വഴിയോരങ്ങളിൽ കാണുന്ന നിർധനരിൽ നിന്ന് ആരംഭിക്കാം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിർധനരിൽ നിന്ന് ആരംഭിക്കാം, രോഗികളിൽ നിന്ന് ആരംഭിക്കാം, നമ്മുടെ നാട്ടിലെ അതിസാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ നിന്ന് ആരംഭിക്കാം. നമുക്ക് ഈ നാടിന്റെ അതിർത്തികൾ ഭേദിച്ചു പോകാം. മക്കൾക്കത് മാതൃകയാകട്ടെ. ഒരു ജീവിതമേ ഭൂമിയിലുള്ള സ്നേഹിത, നിനക്ക് വേണ്ടി ചെയ്തത്, തലമുറയ്ക്ക് വേണ്ടി ചെയ്തത്, മക്കളെ പഠിപ്പിച്ചത്, മക്കൾക്ക് വേണ്ടി ചെയ്തത് ഒക്കെ ഒരു ദിവസം നശിക്കും. നശിക്കാത്ത ഒന്ന് മാത്രം, അത് യേശുവിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. ആർക്കാഗ്രഹമുണ്ട്? ഒരു തീരുമാനം ഉള്ളിലുണ്ടോ? എനിക്ക് യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവം അയക്കുന്ന ഇടത്ത് പോണം. എനിക്കൊന്നും അറിയില്ല, പക്ഷേ ലോർഡ്, ഐ ആം വില്ലിംഗ് ടു ഗോ വേറെവർ യു സെൻഡ്. നീ അയക്കുന്നത് എവിടെയോ അവിടേക്ക് ഞാൻ പോകും. നീ എന്തിനു ചുമതലപ്പെടുത്തുന്നുവോ അത് ഞാൻ ചെയ്യും. എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, പക്ഷെ പ്രാപ്തി ഉള്ളവൻ എൻ്റെ കൂടെ ഉണ്ട്, അധികാരമുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാലും, നിങ്ങൾ പ്രസംഗിച്ചാലും വലിയ വിടുതലുകൾ, വലിയ മാറ്റങ്ങൾ, ഒരു നാടിനെ മാറ്റിമറിക്കുന്ന വലിയ പ്രവൃത്തി നിങ്ങളുടെ പക്കലും തരാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആർക്കാഗ്രഹമുണ്ട് ദൈവത്തിനായി പ്രവർത്തിക്കാം, മക്കളെ അതിനുവേണ്ടി സജ്ജരാക്കാം. ഈ പ്രായത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തിനായി പ്രവർത്തിക്കണം. പ്രായം കൂടിയെന്നും ക്ഷീണമുണ്ടെന്നും ഒക്കെ ഉള്ളിലിരുന്ന് പിശാച് പറയുമ്പോഴൊക്കെ പറയണം, നോ, എൻ്റെ മനസ്സിന് പ്രായമില്ല, എൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് പ്രായമില്ല, ഞാൻ ഇനിയും പ്രവർത്തിക്കും. തയ്യാറാകാം. ആഗ്രഹമുള്ളവർ മാത്രം, ആത്മപ്രചോദനമുള്ളവർ മാത്രം, ജ്ഞാനം ചിലത് നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഉത്തരവാദിത്വ ബോധമുള്ളവർ മാത്രം ഈ പ്രസംഗത്തോട്, ഈ സന്ദേശത്തോട് പ്രതികരിച്ചുകൊണ്ട് ഈ വെളിച്ചത്തെ ലോകത്തിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായി കരം ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പിതാവ് കരമുയർത്തുന്നു, ഒരു മോള് കരമുയർത്തുന്ന, ഒരു കുട്ടി, ഒരു സഹോദരി കരമുയർത്തുന്നു, മുതിർന്ന സഹോദരങ്ങൾ കരമുയർത്തുന്നു, യൗവനയുക്തരായ ചെറുപ്പക്കാർ കരമുയർത്തുന്നു. ഉയർത്തപ്പെട്ട കരങ്ങൾ, ആ കരങ്ങളെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മപ്രചോദനമുള്ള ഏതൊരാൾക്കും കരമുയർത്താം. ആത്മപ്രചോദനമായിരിക്കണം അടിസ്ഥാനം, ദൈവാത്മാവിന്റെ ഇടപെടൽ. ഇനി കരങ്ങളെ താഴ്ത്തിയിടാം. ഇവർ സമർപ്പണം ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കാൻ സജ്ജരായിട്ടുണ്ട്. ബാക്കി മനുഷ്യർക്ക് ഇവർക്കായി എന്ത് ചെയ്യാൻ പറ്റും? ദൈവമേ, ഒരു മിഷൻ, ഒരു ദൗത്യം ഏറ്റെടുത്തെൻ്റെ സഹോദരൻ പുറപ്പെടുമ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ സമയത്തിൽ ഒരളവ് മാറ്റിവെച്ചൊന്ന് പ്രാർത്ഥിക്കും. ഒരു നാണയത്തൊട്ട് വിധവയുടെ 2 വെള്ളി നാണയം വേർതിരിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കും. ഈ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇതിനോട് ചേരാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അത് യുദ്ധമുന്നണിയിലെ പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രചോദിപ്പിക്കുന്ന ദൗത്യമാണ്. അതിനും ആത്മീകമായ പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇവരെ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് വിടാൻ ആഗ്രഹമുള്ളവർക്കും കരങ്ങൾ ഉയർത്താം. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലർ കരമുയർത്തുന്നു, ചിലർ കരമുയർത്തുന്നു. പ്രായവും ക്ഷീണവും നോക്കാതെ കരമുയർത്തിയ അങ്ങനെയുള്ള സഹോദരങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തിയിടാം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണമേ, എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദിവസം പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും. ഹല്ലേലൂയ. ക്രൂശും എടുത്തിനി ഞാനൻ യേശു വേപ്പിൻ ചെൽകയാം. ക്രൂശും എടുത്തിനി ഞാനൻ
പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. സ്വർഗീയ പിതാവേ, കരമുയർത്തിയ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും അളവിൽ പ്രയോജനപ്പെടാൻ കരമുയർത്തിയ ഈ മക്കളുടെ മീതെ നിന്റെ കൃപയുണ്ടാകണമേ. അങ്ങ് വിളിക്കുന്ന സമയത്ത് ആ വേലക്കിറങ്ങാൻ ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. അങ്ങ് പ്രചോദിപ്പിച്ചയക്കണമേ. ഞങ്ങളുടെ അലസത മാറ്റണമേ. അവർക്ക് വേണ്ടി ചിലവിടാൻ, സമയം ചിലവിടാൻ, പ്രാർത്ഥന ചിലവിടാൻ, കണ്ണീര് ചിലവിടാൻ, നാണയത്തുട്ടുകൾ ചിലവിടാൻ സമർപ്പണം ചെയ്ത ചിലരുണ്ട്. സ്വർഗം അവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിറങ്ങാൻ വഴിയൊരുക്കണം. ഞങ്ങളുടെ നാടിൻ്റെ ചിത്രം മാറ്റിവരയ്ക്കാൻ പ്രചോദനം നൽകണം. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.